السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് 132ാമത്തെ ആയത്താണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് 133 മുതൽ 135 വരെ, 33, 34, 35 താരതമ്യേന ചെറിയ കോൺസെപ്റ്റ്സ് കുറവുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 133ാമത്തെ ആയത്ത്. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. എനിക്കു ശേഷം നിങ്ങൾ ആരെയാണ് വഴിപ്പെടുകയെന്ന് ആസന്ന മരണനായിരിക്കെ യാക്കൂബ് തന്റെ മക്കളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദൈവത്തെ തന്നെയാണ് വഴിപ്പെടുക. അങ്ങയുടെ പിതാവായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാക്കിന്റെയും നാഥനായ ആ ഏകദൈവത്തെ. ഞങ്ങൾ അവനെ അനുസരിച്ച് ജീവിക്കുന്നവരാകും. വാക്കർത്ഥം നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ തീരെ അറിയാൻ ചാൻസ് ഇല്ലാത്ത റൂട്ട് ലെറ്റേഴ്സ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം ഇപ്പോഴേക്ക് ഒരുമാതിരി എനിക്ക് തോന്നുന്നു ഒരു 99% റൂട്ട്സും നമുക്ക് അറിയാവുന്നത് തന്നെയാണ് വരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ള റൂട്ട്സും നമുക്ക് അറിയാവുന്ന റൂട്ട് തന്നെയാണ്. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. ഓക്കെ, പക്ഷെ അതിൻ്റെ അർത്ഥം മറ്റുള്ള വാക്കുകളുടെ റൂട്ട്സ് നിങ്ങൾ അറിയണ്ടെന്നല്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ സ്റ്റഡി പാർട്ട്നേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക. തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും റെഫറൻസസ് തരാം, എവിടെയാണ് റൂട്ട് ലെറ്റേഴ്സ് നോക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ കുറച്ച് എക്സ്പേർട്സ് ആയി മാഷാ അല്ലാഹ് കുറേ റൂട്ട് ലെറ്റേഴ്സിന്റെ കാര്യത്തിൽ. ഇനി വേർഡ് സ്പ്ലിറ്റിങ്ങിന്റെ കാര്യത്തിൽ മുമ്പ് നമ്മൾ അതും എഴുതാറുണ്ടായിരുന്നു. അപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പം ഇത് ഖാല, ഇത് ഹദറ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത് പ്ലസ് ഖാല, അതുപോലെ ലി ബനീഹി ആണെങ്കിൽ ലി പ്ലസ് ബനി പ്ലസ് ഹി അങ്ങനെയൊക്കെ എഴുതാറുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഹെർഫും ഇസ്മും എന്താണ് ഫെയിലും പിന്നെ ദമീറുകളും ദമീർ മുത്തസിലും മുൻഫസിലും ഒക്കെ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഗ്രാമർ ടിപ്സിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ചിന്തിക്കാൻ ഒരുങ്ങൂല, എപ്പോഴും സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ചോദിക്കുക. ഗ്രൂപ്പ് പലരും ഉണ്ട്, അത് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സബ് ഗ്രൂപ്പുകളിൽ തന്നെ ചോദിക്കുക. സബ് ഗ്രൂപ്പുകളിൽ ക്ലിയർ ആവാത്ത കാര്യങ്ങൾ സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് വന്ന് നമ്മുടെ ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ ചോദിച്ചോളും. അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരികയും ചെയ്യും. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ഫസ്റ്റ് ജ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അധികം എപ്പിസോഡ്സ് ഒന്നും ഉണ്ടാവില്ല ഒരു ജ്യൂസ് തീർക്കാൻ. ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു 85ന്റെ അടുത്ത് എത്തും ഒരു ജ്യൂസ്. അപ്പൊ ഇനി അങ്ങോട്ട് അത്ര അധികം എപ്പിസോഡ്സ് ഉണ്ടാവില്ല. കാരണം കുറെ കാര്യങ്ങൾ, വാക്കുകൾ, അർത്ഥങ്ങൾ, ഗ്രാമേഴ്സ് ഒക്കെ നിങ്ങളിപ്പോ പഠിച്ചു. പുതിയതായിട്ട് വന്ന ആൾക്കാരും മെല്ലെ മെല്ലെ ബാക്കിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് വരാം. പുതിയതായിട്ട് ഈ ക്ലാസ്സുകൾ ഇപ്പൊ മുതൽ അല്ലെങ്കിൽ ഒരു 100 മുതൽ 80 മുതലൊക്കെ കേട്ട് തുടങ്ങിയ ആൾക്കാരും പഴയ ക്ലാസ്സുകൾ കേൾക്കുകയും ചെയ്യുക. കഴിയുന്നതും അതിൻ്റെ എക്സാംസ് എഴുതുക. എക്സാമിൻ്റെ ലിങ്കുകളൊക്കെ അതിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾ കഴിയുന്നത് എക്സാം എടുക്കുക. കാരണം എക്സാം എടുത്ത് എക്സാമിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിൽ തെറ്റുകൾ വരുത്തി അത് പഠിക്കുമ്പോൾ നമുക്ക് വാക്കുകളുമായിട്ടൊരു കണക്ഷൻ കിട്ടാറുണ്ട്. നമുക്ക് തെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ വാക്കുകൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും, റൂട്ട്, ഗ്രാമർ ഒക്കെ. അപ്പം ആരും എക്സാം മിസ്സാക്കാതിരിക്കും. നമുക്ക് ഒന്നും കൂടെ ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടി മാത്രമാണ്. അതില്ലാന്ന് വെച്ചിട്ട് ഖുർആൻ തഫ്സീറും തദബ്ബുറൊന്നും ഇല്ലാതാവുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും, അത്രയും വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം അം കുന്തും ഷുഹദ. അം എന്ന് പറഞ്ഞാൽ അതോ, അല്ലെങ്കിൽ എന്നുള്ള പോലെ. കുന്തും നിങ്ങളായിരുന്നോ. ക്യാന അല്ലെ, ക്യാന നമ്മൾ പറഞ്ഞു. ക്യാനയുടെ എന്താണ് ഫഅൽത്തും ഫോമാറ്റ് ആണ് കുന്തും, നിങ്ങളായിരുന്നുവോ. ഷുഹദ
എന്താണ് പ്രസന്റ് ആയിരിക്കുക, വിറ്റ്നസ് സാക്ഷികളായിരിക്കുക. ഷഹീദ്, ഷാഹിദ്, ഷഹീദ് എന്നൊക്കെ ഉള്ള വാക്കിന്റെ പ്ലൂറലാണ് ഷുഹദ. ഷീൻ ഹ ദൽ. ഇത് ഹദറ ഹാജരായപ്പോൾ, അവിടെ പ്രസന്റ് ആയിരുന്നപ്പോൾ. നമ്മൾ ഹാദർ പറയില്ലേ, പണ്ട് സ്കൂളിൽ മദ്രസിലൊക്കെ ഹാജർ പറയാറുണ്ട്. ഈ ഹാജർ ഹാദർ ആണ് ആക്ച്വലി. ഹാ ബോദ് റോ. ഇത് ഹദറ ഹാജരായപ്പോൾ അല്ലെങ്കിൽ വന്നപ്പോൾ എന്നൊക്കെ അർത്ഥം. യാക്കൂബ്, യാക്കൂബിന് അൽ മൗത്ത് മരണം. മൗത്തിന്റെ ഒന്നും റൂട്ട് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലെ, നമ്മൾ ഇന്നലെയും കുറേ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. മീം വാവ് ത. ഇത് കോല അവൻ പറഞ്ഞപ്പോൾ, കോലയുടെ റൂട്ട് എന്താണ്? ഖാഫ് വാവ് ലാം അല്ലെ. ലി ബനീഹി അവന്റെ മക്കളോട്. ലി പ്ലസ് ബനി, ബനീൻ പ്ലസ് ഹി ആണ് അല്ലെ. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു ബനീൻ എന്ന് പറയുന്നത് ഇബ്നിന്റെ പ്ലൂറലാണ് ബനീൻ എന്നുള്ളത്. ലിബനി, അതിലെ നൂന് ഡ്രോപ്പ് ചെയ്ത് അവിടെ വമീർ മുത്തസിലായ ഹി ആഡ് ആയതാണ്. അപ്പം ബനീഹി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവന്റെ മക്കൾ, ലി ബനീഹി എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളോട്. ഓക്കെ. മാ എന്ത്, താഴ്ബുദൂന നിങ്ങൾ ആരാധിക്കും അല്ലെ. താഴ്ബുദൂന, യാബുദൂന അല്ലെ. ഇബാദ, ഇബാദയുടെ അബദ, യാബുദു ആ ഒരു ഫോമാറ്റിൽ നമ്മൾ മാദി മുതാരി ഒക്കെ പഠിച്ചതാണ്. അപ്പൊ താഴ്ബുദൂന നിങ്ങൾ ആരാധിക്കും. മിംബഅദി എനിക്ക് ശേഷം. നമുക്കറിയാം അറബി ഗ്രാമറിൽ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്, അതായത് ഭാവി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ടെൻസ് ഇല്ല അല്ലെ. വർത്തമാനവും ഭാവിയും ഒന്ന് തന്നെയാണ്. അതായത് മുതാരി തന്നെയാണ് ഭാവിയും. അതേ വാക്കുകൾ തന്നെയാണ് ഭാവി ഇതിനു വേണ്ടിയിട്ട് ഫ്യൂച്ചർ ടെൻസിനും ഉപയോഗിക്കുക. കോണ്ടെക്സ്റ്റിനനുസരിച്ച് അർത്ഥം മാറും. ചിലപ്പം ചില വാക്കുകൾ അറ്റാച്ച് ചെയ്ത് വന്നാൽ, അതായത് ചിലപ്പോൾ സ എന്നുള്ള വാക്ക്, ഇപ്പൊ സ താഴ്ബുദൂന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഫ്യൂച്ചറാണ്. അതുപോലെ കോണ്ടെക്സ്റ്റിനനുസരിച്ചുമാണ് ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഭാവി ടെൻസ് തീരുമാനിക്കുന്നത്. മാ താബുദൂന നിങ്ങൾ ആരാധിക്കും. മിൻ ബാദി എനിക്ക് ശേഷം. കാലു അവർ പറഞ്ഞു. കാലു എല്ലാം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ, താബുദൂനൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ റൂട്ട് പോകണം കേട്ടോ. ഇനി അങ്ങനെ നിങ്ങൾ എക്സ്പേർട്സ് ആവണം, ഓരോന്ന് പറയുമ്പോഴും അതിന്റെ റൂട്ട് നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകണം. കാലു അവർ പറഞ്ഞു. നാബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. നാബുദു മറ്റേത് താബുദൂന. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇലാഹക നിന്റെ ഇലാഹിനെ. ഇലാഹ പ്ലസ് ക. ഇലാഹക ഹംസ ലാം ഹ റൂട്ട്. ഓക്കെ. വ ഇലാഹ ആബാഇക നിങ്ങളുടെ പിതാക്കളുടെയും ഇലാഹിന്. ആബ അബുന്റെ പ്ലൂരലാണ്. അബു ഹംസ ബ വ. ഇബ്രാഹിമ ഇബ്രാഹിം, വ ഇസ്മായിൽ വ ഇസ്ഹാഖ്. ഇലാഹൻ ഇലാഹിന്, വാഹിദൻ ഏകനായ. വാഹിദ് വഹ ദൽ. വനഹ്നു ഞങ്ങൾ, ലഹു അവന്, മുസ്ലിമൂൻ കീഴൊതുങ്ങിയവർ ആണ്. തഫ്സീർ നോക്കാം. അം കുന്തും ഷുഹദ നിങ്ങൾ സാക്ഷികളായിരുന്നോ. ഇത് ഹദറ യാക്കൂബൽ മൗത്ത് യാക്കൂബിനെ മൗത്ത് അതായത് മരണം അപ്രോച്ച് ചെയ്തപ്പോ, മരണം യാക്കൂബിന്റെ അടുത്ത് വന്നപ്പോ. ഷുഹദ ഞാൻ പറഞ്ഞു ഷാഹിദ്, ഷഹീദ് ഈ രണ്ട് വാക്കുകളുടെയും പ്ലൂറൽ ഷുഹദ ആണ്. ഷാഹിദ് എന്ന് വെച്ച് കഴിഞ്ഞാല് വിറ്റ്നസ്, സാക്ഷി. ഷീൻ ഹ ദാൽ ആര് എന്തെങ്കിലും ഒരു കാര്യത്തിന് സാക്ഷിയായിരിക്കുന്നു, കാണുന്നു, അത് അവർക്കാണ് ഷാഹിദ് എന്ന് പറയുന്നത്. ഷാഹിദിന്റെ പ്ലൂറലാണ് ഷുഹദ. അം കുന്തും ഷുഹദ നിങ്ങൾ സാക്ഷിയായിരുന്നോ, അതോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ. ഇവിടുത്തെ നിങ്ങൾ ആരാണ്, കുന്തും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദരോടും, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അഡ്രസ് ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പം യഹൂദികളോടും ജൂതന്മാരോടും നസാറാക്കളോടും ക്രിസ്ത്യാനികളോടും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ നമുക്കറിയാം അല്ലെ, എന്തൊരു കാര്യം പറയുമ്പോഴും അത് നമുക്കും കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ യു എന്നല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് നമ്മളും കൂടെയാണ്. അപ്പൊ നിങ്ങൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്നോ. ഹദറൽ യാക്കൂബൽ മൗത്ത് യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ മൗത്ത് അപ്രോച്ച് ചെയ്തപ്പം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് മൗത്ത് വന്നപ്പോ, പ്രസന്റ് ആയപ്പോ. ഹദറ ഹ ദോദ് റോ പ്രസന്റ് ആയിരിക്കുക, അപ്രോച്ച് ചെയ്യുക, വരിക എന്നൊക്കെ അർത്ഥം. അവിടെ ഉണ്ടായിരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം പ്രത്യക്ഷമാവുക എന്നൊക്കെ പറയാം. അപ്പം യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മരണം വന്നപ്പോൾ, അതിന്റെ അർത്ഥം യാക്കൂബ് അലൈഹി ഇസ്ലാം മരിക്കാറായപ്പോൾ. പൊതുവെ ഒരു മനുഷ്യൻ മരിക്കാറാവുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാം അല്ലെ, അയാൾ അവസാനം സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും. അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പം മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് പലരും പറയാം എന്താണ്, എന്തിനെ കുറിച്ചാണ്, സ്വന്തം മക്കളെ കുറിച്ച് അല്ലെ, മക്കളെ കുറിച്ചുള്ള വേവലാതികള്, അല്ലെങ്കിൽ പേരക്കുട്ടികളെ കുറിച്ച്, അവരുടെ ബിസിനസിന്റെ, അവരുടെ ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് അല്ലെ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്തോ, അതാണ് മരണക്കിടക്കയിൽ കണ്ടുകൊണ്ട് ഒരാള് അല്ലെ സംസാരിക്കുക.
ഇപ്പം ചില സമയത്ത് നമുക്ക് കാണാം ചിലരിങ്ങനെ മരിക്കാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പോലെ. അപ്പം അവരൊക്കെ ലാസ്റ്റ് നിമിഷം അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ടെക്സ്റ്റ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെന്താ പറയാ അല്ലേ, എൻ്റെ ഉമ്മയോട് പറയണം എനിക്ക് ഉമ്മനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് പറയണം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ. അവർ ദൂരെ എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയി മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ മനുഷ്യന്മാർ അങ്ങനെയാണ് പറയുക അല്ലേ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് യാക്കൂബിന്റെ മരണം അപ്രോച്ച് ചെയ്ത സമയത്ത്? എന്താണ് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത്? ഇത് ഖാല ലി ബനീഹി, അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലി ബനി, നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്, ഇബ്നിന്റെ പ്ലൂറൽ ബനീൻ. ഓക്കെ, എന്താ പറഞ്ഞത്? മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം എന്തിനാണ് ഇബാദത്ത് ചെയ്യുക? തഅബുദൂൻ ഐൻ ബാദൽ ഇബാദ അല്ലെ, ആരാധന. അപ്പം യാക്കൂബ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ അദ്ദേഹത്തിന്റെ 12 മക്കൾ അല്ലെ, അവരൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും ഉണ്ടാവുമ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ഞാൻ പോയതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യുക? സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ചോദിച്ചില്ല, മോനെ നീ ആ വീട് വാങ്ങിയോ അല്ലെ, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ആ കച്ചവടം തുടരുവോ, അല്ലെങ്കിൽ നീ എന്താ അത് വിൽക്കുവോ, അല്ലെങ്കിൽ നിന്റെ മക്കളെ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ അയക്കുവോ അല്ലെ, അല്ലെങ്കിൽ നീ നമ്മളെ കുടുംബത്തിന്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യൂ? കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ ആളുകൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് സെറ്റാക്കുന്നത്, കുടുംബത്തിന്റെ ബിസിനസ്സും അല്ലെ ഒക്കെയാണ്. അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ തന്നെ നിൽക്കുവോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് എന്താണ്? കാരണം അദ്ദേഹത്തിന് അറിയാം ഈ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ ദുനിയാവിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, അത് ദുനിയാവിൽ തന്നെ ഉണ്ടാവൂലേ, നമ്മൾ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പോയേ മതിയാവൂ, നമ്മൾ എന്തായാലും പോയേ മതിയാവും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ആൻഡ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്ന സാധനങ്ങളും ഒരു സമയമാകുമ്പോൾ അല്ലെ, ലോകാവസാനത്തിൽ അല്ലെങ്കിൽ ഒരു സമയമാകുമ്പോൾ ഇതൊക്കെ നശിച്ചു പോകും. പക്ഷെ പരലോകത്ത് എന്തും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ? നമ്മളുടെ അമലുകൾ അല്ലെ, നമ്മുടെ ഇബാദത്ത്, ആരെ നമ്മളെ ഇബാദത്ത് ചെയ്തു എന്നുള്ളത്, അതാണ് പരലോകത്ത് നമുക്ക് ഒരു മാറ്റർ അല്ലെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുനിയാവ് എന്നുള്ള ഒരു കൺസേണേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആഖിറത്തിനെ കുറിച്ച് കൺസേൺ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യം എന്തായിരുന്നു? എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? സുബ്ഹാനല്ലാഹ്. അവരുടെ മറുപടി എന്തായിരുന്നു? ഖാലു, അവർ പറഞ്ഞു, നഅ്ബുദു ഇലാഹക്, ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. ആരെ? ഇലാഹക്, നിങ്ങളുടെ ദൈവത്തെ അല്ലെ, നിന്റെ ദൈവത്തെ. പിതാവിന്റെ അടുത്ത് പറയണം, നിന്റെ ദൈവത്തെ ഞങ്ങൾ എന്താക്കും? ഇബാദത്ത് ചെയ്യും. ഇലാഹ്, ഹംസ ലാം ഹ. അപ്പൊ നമ്മൾ നിന്റെ അതേ മതത്തില്, പിതാവ് നിങ്ങളുടെ അതേ മതത്തില് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. നഅ്ബുദു ഇലാഹക് വ ഇലാഹ ആബാഇക്. ആബാഇക് എന്ന് പറയുമ്പോൾ നിന്റെ പിതാക്കന്മാരുടെ ദൈവത്തെയും, ഓക്കെ, നിന്റെ പിതാക്കന്മാരുടെ ഇലാഹിനെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. ആബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുന്റെ പ്ലൂറലാണ് ആബ. അബ് എന്ന് പറഞ്ഞാൽ പിതാവ്, ആബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാക്കൾ. നമുക്കറിയാം ഒരാൾക്ക് എന്തായാലും ഒരു വാപ്പേ ഉണ്ടാവുള്ളൂ അല്ലെ. എന്തുകൊണ്ടാണ് ഇവിടെ ആബ പ്ലൂറൽ ഉപയോഗിച്ചിരിക്കുന്നത്? കാരണം അറബി ഭാഷയിൽ ആബ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബയോളജിക്കൽ ഫാദർ, അത് സ്വന്തം വാപ്പ എന്നുള്ളതല്ല, പക്ഷെ ഗ്രാൻഡ് ഫാദർ, അതിന്റെ ഗ്രാൻഡ് ഫാദർ, അങ്കിൾസ്, അങ്ങനെ എല്ലാവരും വിടുന്ന പൂർവ്വപിതാക്കൾ അല്ലെ, പൂർവ്വപിതാക്കൾ എന്ന അർത്ഥത്തിലാണ് ആബ ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ നിന്റെ ഇലാഹിനെയും നിന്റെ പിതാക്കന്മാരുടെ ഇലാഹിനെ, അതായത് നിന്റെ പിതാക്കന്മാരായ ആരൊക്കെ? ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അല്ലെ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്. ആരായിരുന്നു ഇബ്രാഹിം അലൈഹി ഇസ്ലാം? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ വല്യുപ്പ അല്ലെ, ഉപ്പയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആരാണ്? അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ, അങ്കിളാണ്. അത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ സഹോദരനായിരുന്നു ഇസ്മായിൽ അലൈഹി ഇസ്ലാം. അതേപോലെ ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ. അപ്പോൾ ഉപ്പയും പിതൃ സഹോദരനും വല്യുപ്പയും ഒക്കെ അടങ്ങിയിരിക്കുന്ന, അതായത് പൂർവികന്മാർ അല്ലെങ്കിൽ പൂർവ്വപിതാക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് ആബ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞങ്ങള് അതേ ദൈവത്തിന്, നീയും നിന്റെ പൂർവ്വപിതാക്കന്മാരും ഇബാദത്ത് ചെയ്യുന്ന അതേ ഇലാഹിനെ തന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യും. ഏതാണ് ആ ഇലാഹ്? ഇലാഹൻ വാഹിദൻ, ആ ഒരു ദൈവം അല്ലെ, യഥാർത്ഥത്തിലുള്ള സത്യത്തിലുള്ള ഒരേ ഒരു ദൈവം, ഒരേ ഒരു ഇലാഹ്, അതിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ.
മുസ്ലിമൂൻ കീഴൊതുങ്ങിയവര് ആയിരിക്കും. മുസ്ലിമോൻ സീൻ ലാം മീം ലെ ഇസ്ലാം മുസ്ലിം ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. മുസ്ലിമിന്റെ പ്ലൂറലാണ് മുസ്ലിമൂൻ. അപ്പൊ ഞങ്ങൾ അവന് കീഴൊതുങ്ങിയവര് ആയിരിക്കുകയും ചെയ്യും. ഞങ്ങൾ അവന് മാത്രമേ കീഴൊതുങ്ങുകയുള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ദീൻ എന്തായിരുന്നോ അത് തന്നെയാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഞങ്ങൾ അതിന് കൈവെടിയുകയില്ല, ഞങ്ങൾ അതിൽ മാറ്റം വരുത്തുകയും ഇല്ല എന്നാണ് അവര് മറുപടി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ള ലെസൺസ്? ഒന്നാമത്തെ പോയിന്റ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ബാക്കിയുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ മക്കളാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, യാക്കൂബ് അലൈഹി ഇസ്ലാം ഒക്കെ അദ്ദേഹത്തിന്റെ മക്കളാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിട്ടുപോയ മെസ്സേജ് എന്താണ്? തൗഹീദ് അല്ലെ. യാക്കൂബ് അലൈഹി ഇസ്ലാം വിട്ടുപോയ മെസ്സേജ് എന്താണ്? തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പം അവരുടെ എന്താ മക്കളും എല്ലാരടുത്തും അവര് തുടരാൻ പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യമാണ്. അപ്പം ഇവരുടെ സന്താന പരമ്പരകളിൽപ്പെട്ട യഹൂദികള്, ജൂതന്മാര് പറയാണ്, ഇല്ല ഞങ്ങളെ പിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വല്യുപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേറെ എന്തോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ശുദ്ധമായിട്ട് എന്താണ്, വീട്ടിൽ തെറ്റാണ് അല്ലെ. അതിലൊരു യാഥാർത്ഥ്യമില്ല. അവരത് പറഞ്ഞിട്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാതിരിക്കുന്നത് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാതിരിക്കുന്നത് വഴി അവർ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങാതിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങാതിരിക്കുന്നത് വഴി അവർ അവരുടെ തന്നെ പൂർവ്വപിതാക്കന്മാരായ യാക്കൂബ് അലൈഹി ഇസ്ലാമിനെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയും ഒക്കെ പിന്തുടരാതിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല പറയണ ഒരൊറ്റ മതമേ ഉള്ളൂ അല്ലെ. ഡേ 1 മുതൽ ഒരേ ഒരു മതമേ ഉള്ളൂ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമും പറഞ്ഞത് തന്നെയാണ്, യാക്കൂബ് അലൈഹി ഇസ്ലാമും പറഞ്ഞത് തന്നെയാണ്. അത് തന്നെയാണ് എന്താണ്? ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കീഴൊതുങ്ങലാണ് ആ ഒരേ ഒരു മതം. എല്ലാ പ്രവാചകന്മാരും എല്ലാ റസൂലുകളും ഈ ഒരു സന്ദേശം തന്നെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അവര് വിട്ടേച്ചു പോയതും അവരുടെ സ്വത്തിന്റെ ഷെയറും എന്തായിരുന്നു? ഈ ഒരു തൗഹീദ് തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും രീതി ഇത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്തിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം, അള്ളാഹുവിൽ മാത്രം അല്ലെ, ഇലാഹം വാഹിദൻ, അള്ളാഹുൽ മാത്രമുള്ള ആ ഒരു തൗഹീദ് എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് നമ്മൾക്ക് ഒന്നും വരാൻ പാടില്ല. നമ്മള് മറ്റുള്ള ദൈവങ്ങളില്ല, മറ്റ് മനുഷ്യന്മാരില്ല, നമ്മുടെ നഫ്സ് തന്നെയും ഇല്ല അല്ലെ. നമ്മളൊക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നമുക്ക് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര കൊല്ലങ്ങളായിട്ട് കേൾക്കുന്ന, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മളൊക്കെ തൗഹീദിന്റെ ആൾക്കാരാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ആളുകളാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ തൗഹീദ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പരിപൂർണമായിട്ട് കീഴൊതുങ്ങലാണ്, അള്ളാഹ്ക്ക് മാത്രമായിട്ട് കീഴൊതുങ്ങലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കറിയാം നമ്മളൊന്നും ഇപ്പോഴും അതിലോട്ട് എത്തിയിട്ടില്ല. നമുക്കൊക്കെ എപ്പോഴും അതിനിടയ്ക്ക് ഒരുപക്ഷെ നമ്മൾ മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ടാവില്ല അല്ലെ, ഖബറിനെ ആരാധിക്കുന്നുണ്ടാവില്ല, മരിച്ചുപോയവരെ ആരാധിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾക്കും അള്ളാഹുവിനും ഇടയിൽ, അള്ളാഹുവിനെ പരിപൂർണമായി കീഴൊതുങ്ങുന്നതിന് നമുക്കും ഇടയിൽ പല തടസ്സങ്ങളും ഇപ്പോഴും നമ്മൾക്ക് ഉണ്ട് അല്ലെ. നമ്മൾ തന്നെ നമുക്ക് പലപ്പോഴും തടസ്സങ്ങളാണ്, മറ്റുള്ളവർ നമുക്ക് തടസ്സങ്ങളാണ്. നമ്മളൊക്കെ ഇപ്പോഴും തൗഹീദിലേക്ക് ശരിക്കും അങ്ങോട്ട് എത്താത്ത ആൾക്കാരാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ തൗഹീദിന്റെ ആ ഒരു ക്വാളിറ്റി വീണ്ടും വീണ്ടും കുലുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ആ ഒരു സംഭവം ഫിക്സ് ചെയ്യണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, എനിക്ക് അവിടെ എത്തണം. ഇത് തന്നെയാണ് എല്ലാ റസൂലുകളും പറഞ്ഞിട്ട് പോയത്, എന്താണ് തൗഹീദ് എന്നുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് മരണം. മരണം എന്ന് പറയുന്നത് അത് സുനിശ്ചിതമാണ് അല്ലെ. എല്ലാവർക്കും ഒരു സംശയവും ഇല്ലാണ്ട്, ഇനി എത്ര മുത്തഖിയാണെങ്കിലും എത്ര വലിയ എന്താ പറയുക, ഈവൻ പ്രവാചകന്മാരും മരിച്ചവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ പ്രവാചകന്മാരും ജീവിച്ച് മരിച്ചവരാണ്. അതുകൊണ്ട് മരണത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള രക്ഷയും ആർക്കും ഇല്ല അല്ലെ. നമ്മളിപ്പോ തന്നെ കണ്ടത് എന്താ? ഹദറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ മരണം അപ്രോച്ച് ചെയ്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരണം കൊണ്ടുപോയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. സൂറത്ത് ആലിമ്രാനിൽ 144 ആയത്തില് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസുൽ, മുഹമ്മദ് ദൈവദൂതനല്ലാതെ ആരുമല്ലാതെ, റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൈവദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹവും എന്താണ്? മരിക്കും അല്ലെ. ഒരു ദൈവദൂതൻ മാത്രമാണ്, ദൈവം ഒന്നും അല്ല, അതായത് എന്നെന്നും നിലനിൽക്കുന്നതല്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമയമായപ്പോൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ മരണം എന്നുള്ളത് ഉറപ്പാണ്. മൂന്നാമത്തെ പോയിന്റ്,
നമ്മള് പൂർവികന്മാരെ പിന്തുടരുന്നത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പിന്തുടരുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര മോശപ്പെട്ട കാര്യം ഒന്നുമല്ല. പലരും ഇങ്ങനെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ ഫോളോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അതായത് വേറെ ചില ആയത്തുകളുണ്ട്, അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ എത്തും ഇൻഷാ അള്ളാ. അവിടെ എന്താണ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമ്മൾ പൂർവ്വപിതാക്കന്മാരെ ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രചരണം പൊതുവേ ഉണ്ട്. അത് തെറ്റല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് അവര് ഫോളോ ചെയ്യുന്ന വഴി തിന്മയാണെങ്കിൽ, തെറ്റായ വഴിയാണെങ്കിലാണ്, റോങ് ആണെങ്കിലാണ് നമ്മൾ പൂർവ്വപിതാക്കന്മാരെ ഫോളോ ചെയ്യാൻ പാടില്ലാത്തത്. പക്ഷെ അവര് ശരിയാണ്, അവര് മുത്തഖീങ്ങളാണ്, സ്വാലിഹ്യങ്ങളാണെങ്കിൽ നമുക്ക് അവരെയും നമ്മൾ പിന്തുടരാം. സുബ്ഹാനല്ലാഹ്. കാരണം യാക്കൂബ് അലൈഹി ഇസ്ലാം അതാണല്ലോ മക്കളുടെ അടുത്ത് ചോദിക്കുന്നത് അല്ലേ? മക്കൾ തിരിച്ചു പറയുന്നതും എന്താണ്? അത് ഞങ്ങൾ നിങ്ങളുടെ ഇലാഹിനെയാണ്, നിങ്ങളുടെ ഇബാദത്താണ് ഞങ്ങളും ഫോളോ ചെയ്യാൻ പോണത് അല്ലെ? അപ്പൊ നമ്മള് ഐഹികമായ കാര്യങ്ങളിൽ വരുമ്പോൾ പലപ്പോഴും നമ്മളുടെ ജസ്റ്റ് പൂർവികന്മാരുടെ അല്ലെങ്കിൽ നമ്മൾ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? അവരുണ്ടാക്കിയ പോലത്തെ ഭക്ഷണം ഒരു പക്ഷേ കുറച്ചെങ്കിലും, ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ടെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ ആ ഒരു ട്രഡീഷനിൽ തന്നെയാണ്. അവരുണ്ടാക്കിയ പോലത്തെ ഭക്ഷണം, അവരിട്ട പോലെയുള്ള വസ്ത്രങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ചെയ്തതുപോലെ ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അവര് ജീവിച്ചതുപോലെ ജീവിക്കുക. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു ബെറ്റർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പിന്നാലെയും പോകും അല്ലെ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ഫാമിലി ആൻസെസ്ട്രി നോക്കുമ്പം, അതായത് പൂർവ്വപിതാക്കന്മാരെ നമ്മളുടെ തറവാട് അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഒരു പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത ഫാമിലീസ് ആയിരിക്കുമല്ലോ അല്ലെ? പലരും ബിസിനസ് ആയിരിക്കും, എല്ലാവരും ബിസിനസ്സിലായതുകൊണ്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി, വിദ്യാഭ്യാസത്തിന് ഹയർ എഡ്യൂക്കേഷനൊക്കെ കിട്ടാൻ ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ അതിന് പോകുന്നുണ്ട് അല്ലേ? അപ്പം പൂർവ്വപിതാക്കന്മാര് ചെയ്യുന്നത് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷെ അവര് ചെയ്യുന്നത് നന്മയാണ്, ശരിയാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിലും എന്താണ് നന്മയുണ്ട്, ഖൈറുണ്ട്. അത് ഈ ഒരു ആയത്ത് കാണിക്കുന്നുണ്ട് അല്ലെ? പിന്നെ പലപ്പോഴും വേറൊരു രീതിയിൽ പറ്റാറുള്ളതെന്ന് വെച്ചാല്, പണ്ടൊക്കെ എനിക്ക് ഒരു പക്ഷെ ഉണ്ടായിരുന്നിരുന്ന ഒരു അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനമായിരുന്നു, ഞങ്ങള് ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചവരാണ്, ഞങ്ങൾ നല്ല മുസ്ലിങ്ങളായിട്ട് വളർന്നവരാണ് അല്ലെ? അതുകൊണ്ട് നമ്മളിനി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഓക്കെ ആയിരിക്കും. ഇനിയിപ്പോ ഒരുപാട് ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലും ഒരുപാട് നിസ്കരിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജനിച്ചവരല്ലേ അല്ലേ? അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും. നമ്മൾ അതിനു വേണ്ടി, കാരണം നമ്മൾ മുസ്ലിം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ, ആ വാക്കിന്റെ അർത്ഥം തന്നെ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ഒരു ആയത്ത് കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് മാറിപ്പോയി അല്ലേ? അതിലേക്ക് നമ്മൾ എത്താൻ ഒരുപാട് ശ്രമിക്കണം എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതറിയാത്തൊരവസ്ഥയിൽ നമ്മൾ പോലും വിചാരിച്ചിരുന്നു പരലോകത്ത് നമ്മളെ കാര്യം സേഫ് ആണ് അല്ലെ, നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജനിച്ചത് കൊണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? നമ്മൾ ഇനി എങ്ങനെ ജനിച്ചാലും എന്താണ് മാറ്റർ എന്ന് പറയുന്നത്? എന്താണ്? നമ്മള് മരിക്കുന്നതാണ് അല്ലേ? എങ്ങനെ മരിക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം പലപ്പോഴും മുസ്ലിം അല്ലാതെ ജനിച്ച ആളുകള് മുസ്ലിമായി മാറുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മുസ്ലിമായി ജനിച്ച ആളുകൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെ അല്ലെ, ഒരു അഹങ്കാരമായിട്ട് കൊണ്ട് നടന്ന് അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു പക്ഷേ ഒരു ആക്റ്റീവായിട്ടുള്ള മുസ്ലിം അല്ലാതെ മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലെ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ദുആ അല്ലെ, നമ്മളെ മുസ്ലിങ്ങളാക്കണേ എന്നുള്ള ആ ഒരു ദുആ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മളൊന്നും കൂടെ ഓർമ്മപ്പെടുത്തണം. അപ്പൊ ഞാൻ മുസ്ലിം ഫാമിലിന്നാണ്, അതുകൊണ്ട് അത്ര വലിയ സംഭവമൊന്നും ആക്കണ്ട, നമ്മളിങ്ങനെ പോയാൽ തന്നെ അവിടെ സ്വർഗത്തിലെത്തും എന്നുള്ള ചിന്തയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. 4-മത്തെ പോയിന്റ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മക്കളോടുള്ള ആ ഒരു സ്നേഹം അല്ലെ, എന്തോ ഒരു സ്നേഹമായിരുന്നു. പ്ലസ് ആ സ്നേഹം കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടാണ് പോയത് അല്ലെ? ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഇസ്ലാമായിട്ട് ജീവിക്കുക, മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതിൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ആ മെസ്സേജിനെ പാസ് ചെയ്തത് അല്ലെ? ഭയങ്കരമായിട്ട് സ്നേഹം ചാലിച്ചുകൊണ്ടാണ് യാ ബനി അല്ലേ, ആ ബനി വിളിച്ചിട്ടുള്ള പാസിംഗ് ആണ് അവർക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്കൊക്കെ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അല്ലെ, നമ്മളുടെ എല്ലാവരുടെയും, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഒരു കോമൺ പ്രോബ്ലം ആണ് നമ്മളുടെ വീടുകളിലുള്ള, നമ്മളുടെ കുടുംബങ്ങളിലുള്ള ഹിദായത്തിന്റെ കുറവ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ട്രാക്കിലേക്ക് അവരെത്താത്തതിന്റെ ഒരു പ്രശ്നം അല്ലെ? എല്ലാവർക്കും നമ്മൾ
സുബ്ഹാനല്ലാഹ് നമ്മൾ ഭയങ്കരമായിട്ട് മാറുന്നെന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ മക്കള്, നമ്മുടെ ഇണകള്, നമ്മുടെ പാരൻസ് എല്ലാവരും മാറണം എന്നുള്ള ആഗ്രഹം അല്ലേ, സഹോദരന്മാരൊക്കെ മാറണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഒരുപാടുണ്ട്, അവർ ബെറ്റർ മുസ്ലിംസ് ആവണം എന്നുള്ളത്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് അല്ലേ, എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അല്ലേ? ഇപ്പൊ നമ്മളിനി ആരുടെ ഓ ഇതുവരെ നിസ്കരിച്ചിട്ടില്ലല്ലേ അല്ലെ, ഒന്ന് എണീച്ചങ്ങോട്ട് നിസ്കരിച്ചോട്, ഇന്ന് വരെ ഖുർആൻ ഓതുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലെ, ആ തരത്തില് ഒന്നെങ്കിലും ഒച്ചയും വിളിയിടുക, അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുക അല്ലെ, റൂഡായിട്ട് അല്ലെ, ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയല്ലേ മിക്കവാറും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ദുന്യാവിയായിട്ടുള്ള മാറ്റേഴ്സ് അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ ചെറിയ കുട്ടി പഠിക്കണം നമുക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സ്നേഹത്തിൽ സോപ്പിട്ടിരുത്തി പഠിപ്പിക്കും അല്ലേ, സ്കൂളത്തെ കാര്യങ്ങൾ അല്ലെ, ഭക്ഷണം കഴിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിൽ അതിനൊക്കെ തടുത്ത് കാക്കനെയും പൂച്ചനെയും ഒക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ കൊടുക്കും അല്ലെ. അത്രയും അത് കാരണം നമുക്കത് ചെയ്യണം എന്ന് നിർബന്ധമാണ് അല്ലെ, വളരെ നൈസായിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യും. എന്നാൽ ദീനിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഈ മാനേഴ്സ് ഒന്നും ഓർമ്മ ഉണ്ടല്ലോ, നമ്മുടെ വിചാരം ദീൻ ഇങ്ങനെയാണ് ഇമ്പോസ് ചെയ്യേണ്ടതെന്നാ, ദീൻ ഇങ്ങനെ ചീത്ത പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ നീ ചെയ്യാത്ത, ഇതുവരെ ചെയ്തില്ലേ അല്ലെ, പല രീതിയിൽ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ ഫുൾ ഹാഷായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ അതിനെ മറ്റുള്ളവരുടെ മേല് അടിച്ചേൽപ്പിക്കുന്നത് അല്ലെ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ദീനിന്റെ മെസ്സേജ് നമ്മളുടെ കുടുംബങ്ങളിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണം. അവർ ഓരോരുത്തരുമായിട്ടും അങ്ങേയറ്റം സ്നേഹത്തിന്റെ ഒരു ബോണ്ട് വേണം. ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് ഈ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ കേൾക്കുന്നവര് മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഒരു ക്ലാസ് മതിയാവും, ചിലപ്പോൾ 1 മണിക്കൂറിന്റെ ക്ലാസ് മതിയാവും. പക്ഷെ ഇതേ കാര്യം ഒരു പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക. ഈ പറയുന്നത് പോലെ എളുപ്പമല്ല നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ദീനിനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് അവർ ഓരോരുത്തരുമായിട്ട് നമുക്ക് ഭയങ്കര ലവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എല്ലാവരുമായിട്ടും. നമ്മൾ ചെറിയ മക്കളെ അവരെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്താണ്, നമ്മൾ അവരോട് ഭയങ്കര സ്നേഹത്തോടു കൂടി അല്ലേ, നമുക്കറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കണ്ണുരുട്ടിയിട്ടും വടിയെടുത്തിട്ടൊന്നും കാര്യമില്ല, അവർ കൊഞ്ഞനം കുത്തി ഓരോ പാട്ടിനും പോകും അല്ലെ. അപ്പൊ ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മൾ പറഞ്ഞാല് അവര് കേൾക്കും, അവര് നമ്മളെ വിശ്വസിക്കും അല്ലെ. പക്ഷെ നമ്മള് ഒരു അതോറിറ്റി ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫിഗർ ആയിട്ട് അവർക്ക് തോന്നി കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, നൈസായിട്ട് അവർ എസ്കേപ്പ് ചെയ്യും, അവർ നമ്മളെ ഒഴിവാക്കി അപ്പൊ അവരിപ്പോ ഒരു വീട്ടില് ഉപ്പ ഭയങ്കര സോഫ്റ്റുമാണ്, ഉമ്മ നീ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുകയും വെറുപ്പിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, നൈസായിട്ട് കാര്യങ്ങളൊക്കെ ഉപ്പയിലൂടെ നടത്താൻ നോക്കും. അവർക്ക് എളുപ്പമുള്ള വഴി അതാണ്, അവരെ കൺട്രോൾ ചെയ്യാത്ത, പവർ ഉപയോഗിക്കാത്ത വഴി അല്ലേ, അവര് നമ്മളെ അടുത്തൊന്നും എസ്കേപ്പ് ആവും. അപ്പൊ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ദീൻ വേണം എന്നുണ്ടെങ്കിൽ എന്താക്കുക, ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അതേ നടക്കുള്ളൂ, അതേ വർക്ക്ഔട്ട് ആവുള്ളൂ. ഓക്കെ. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതേ പറഞ്ഞ പോലെ പൂർവ്വപിതാക്കന്മാരുടെ കാര്യം. പൂർവ്വപിതാക്കന്മാര് മോശം കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മൾ അതിനെ ഫോളോ ചെയ്യേണ്ടാത്തതുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം നമ്മളെ മക്കൾക്കൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടാവും, ഒരു പക്ഷേ ചില വീട്ടിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉമ്മക്ക് ഫുൾ ടൈം ഖുർആൻ. എന്നെ അതിനൊന്നും കിട്ടൂല അല്ലെ, എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും താല്പര്യമില്ല. ഒരു പക്ഷെ നമ്മളുടെ അടുത്ത ജനറേഷനിലെ ഒരു ട്രെൻഡ് ആയിരിക്കാം, അത് പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ സമയം കളയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല അല്ലെ. നമ്മളുടെ പൂർവികന്മാര് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഫോളോ ചെയ്യാം, സത്യമാണ് ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യാം. അതുപോലെ ഒരു പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ്, നമ്മുടെ പൂർവികന്മാർ, ഈവൻ പൂർവികന്മാരെന്ന് വെച്ചാൽ മരിച്ചുപോയവർ വേണ്ട, നമ്മളുടെ പേരൻസിനെ നോക്കാം, പേരൻസ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഗ്രാൻഡ് പാരൻസ്, അവരെന്തെങ്കിലും തെറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ നമുക്ക് അതിന്റെ ശരി അറിയായിരിക്കാം, അവര് ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ അത് ശരിയാണ് എന്ന് അറിയായിരിക്കാം. അപ്പം നമ്മൾ അതിനെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം ചിലരുണ്ട് ഖുർആനിലും സുന്നത്തിലും തെളിവ് കണ്ടാൽ പോലും അതിനെ
എന്താ എടുക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? ഞങ്ങൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് ഇങ്ങനെയാണ് കാണിച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ പിന്തുടരുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ നമ്മൾ പല സ്ഥലത്തും കാണാം. പ്രത്യേകിച്ച് നമ്മൾ ശിർക്കിപരമായിട്ടുള്ള കാര്യങ്ങൾ, ശിർക്കി ആദർശങ്ങളുള്ളവരടുത്ത് സംസാരിക്കുമ്പം അവർ പറയാറുണ്ട് അല്ലേ, ഞങ്ങൾ ഇങ്ങനെയാണ് കാലങ്ങളായിട്ട്, ഞങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ അല്ലേ? തെളിവ് കണ്ടു കഴിഞ്ഞാലും അവര് പിന്തുടരാത്ത ആളുകൾ. അപ്പം അത്തരത്തില് പൂർവ്വപിതാക്കന്മാരെ ഫോളോ ചെയ്യലാണ്, ബ്ലൈൻഡ് ഫോളോയിങ് ആണ്. അതായത് തെളിവുകൾ കണ്ടിട്ടും അവർ ചെയ്യുന്നത് അതേപോലെ പിന്തുടരലാണ് നമുക്ക് പാടില്ലാത്തത്. മറിച്ച് അവർ ചെയ്യുന്ന ശരികളുണ്ടെങ്കിൽ നമുക്ക് പിന്തുടരാം. ഇനി വരുന്ന പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞ നമ്മുടെ പാരൻസ് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അവർ ചെയ്യുന്നത് തെറ്റാന്ന് നമുക്ക് നല്ല വൃത്തിക്ക് അറിയുകയും ചെയ്യാം. ഓക്കെ, നമുക്കത് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അവർ നമ്മളത് ചെയ്യാൻ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർ നമ്മളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ അല്ലേ? കാരണം ഇങ്ങനെയുള്ള ഡിഫറൻസസ് എല്ലാ ഫാമിലീസിലും ഉണ്ടാവും. ആശയപരമായിട്ടുള്ള ഡിഫറൻസസ് ഒക്കെ മിക്ക ഫാമിലികളിലും ഉണ്ടാവും. ഇങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. കാരണം നമുക്കറിയാം നമ്മളുടെ പാരൻസിനെ നമ്മൾ പ്ലീസ് ചെയ്യണം അല്ലേ? വബിൽ വാലിദൈനി ഇഹ്സാന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരടുത്ത് നല്ല രീതിയിൽ അനുവർത്തിക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ലവിങ് റിലേഷൻഷിപ്പ്, അതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് അവരെ നമ്മൾ കാണിക്കുക. മാക്സിമം അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുക. അതായത് ഈ ഒരു അവര് പറയുന്ന തെറ്റായ ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും അവര് പാരന്റ്സ് തന്നെയാണല്ലോ, അതിന് മാറ്റമൊന്നുമില്ല. അവർ പാരന്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല. അവർക്ക് ഒരുപാട് സ്നേഹം വാരിക്കോരി കൊടുക്കുക, ഒരുപാട് അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അവർ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോവുക, അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക, അവർ പറയുന്നത് അതല്ലാത്ത കാര്യങ്ങളൊക്കെ അനുസരിക്കും. ഇപ്പൊ നമുക്ക് ചിലപ്പം ദുനിയാവിയായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മളൊരു കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഉമ്മ പറയും, ഈ പാത്രം നിനക്ക് അവിടെ വെച്ചൂടെ എന്ന് ചോദിക്കും അല്ലെ? എന്താ അവിടെ വെച്ച് കഴിഞ്ഞാൽ? അള്ളാന്റെ അടുത്ത് തെറ്റൊന്നുമില്ലല്ലോ, ഉമ്മ പറഞ്ഞില്ല, അതവിടെ വെച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മൾ എന്തിനാ എതിർക്കേണ്ടതുള്ളൂ? അള്ളാഹ്ക്കെതിരെയുള്ള കാര്യങ്ങൾ അല്ലേ? അപ്പം അതും ഹാർഷായിട്ട് എതിർക്കല്ല. അവിടെ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അവരുമായിട്ട് നമ്മളൊരു ലവിങ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇത് മാതാപിതാക്കളുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ കാര്യത്തിലും നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ പുറമേ ഉള്ളവരുടെ കാര്യത്തിലാണെങ്കിലും, അയൽവാസികളുടെ കാര്യത്തിലാണെങ്കിലും, കുടുംബങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക. അവർ പറയുന്നത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം, അതായത് ദുനിയാവിയായിട്ടുള്ള ചിലപ്പോൾ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ദീനിനെതിരല്ലാത്ത കാര്യങ്ങൾ, നമ്മൾ അതങ്ങ് അനുസരിച്ചേക്ക്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? അവരിലേക്ക് നമ്മുടെ ദീനിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു ഇബാദത്തായി അല്ലേ? നമുക്ക് ഉണ്ടാവും ചില കാര്യങ്ങൾ, നമ്മുടെ ഒരു കംഫർട്ട് ഉണ്ടാവും, ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ അവര് വന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യമാണ്, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ അല്ലേ, അതൊന്നും നടക്കൂല. വേണ്ട, കുഴപ്പമില്ല. നമ്മൾ ദീനിന് വേണ്ടി ഇതൊക്കെ അങ്ങ് കോംപ്രമൈസ് ചെയ്തേക്കുക, അവരിലേക്ക് ദീൻ എത്തിക്കാൻ വേണ്ടി. കാരണം നമ്മുടെ മെയിൻ ഡ്യൂട്ടി അതാണ്. നമ്മുടെ മെയിൻ ഡ്യൂട്ടി ഇബാദത്ത് ചെയ്യലും മറ്റുള്ളവരെ ചെയ്യിക്കലുമാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ആ ഒരു കണ്ണുകൊണ്ട് നോക്കി കാണാൻ ശ്രമിക്കുക. ചില സമയത്ത് സംഭവിക്കുന്ന വേറൊരു കാര്യമാണ്, മക്കൾ ഇപ്പൊ നമ്മളൊക്കെ മക്കളാണല്ലേ, നമുക്ക് ദീനിങ്ങനെ കൂടിയൊക്കെ വരുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഹാർഷ്നെസ് വരും അല്ലേ? ഒരു എന്താ പറയാ, ഒരു സ്റ്റബേൺ ആയിട്ട് ഒരു വാശി പിടിച്ചാൽ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല, അല്ലെങ്കിൽ അവരൊക്കെ തെറ്റാണ് ഞാൻ ശരിയാണെന്നുള്ള ഒരു ചിന്തയൊക്കെ വരും. നാച്ചുറൽ ആണ്, എല്ലാവർക്കും വരും. എല്ലാവരും അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ചിലപ്പോൾ നമ്മള് മാതാപിതാക്കൾക്ക് മക്കള് എന്താണ് ഐഹികമായ വിദ്യാഭ്യാസത്തിന് പോകണം എന്ന് താല്പര്യമുണ്ടാവും. പക്ഷെ മക്കൾക്ക് ദീൻ കൂടിയിട്ടില്ല, എനിക്ക് ഐഹികമായ വിദ്യാഭ്യാസം വേണ്ടാന്ന് പറയുന്നവരുണ്ടാവും. അതുപോലെ മാതാപിതാക്കൾക്ക് മക്കള് ഇപ്പം അല്ലെ, നമ്മളെ ഇന്നത്തെ കാലത്ത് പലതും നടക്കുന്നുണ്ട്. പല കുടുംബങ്ങളിലെ പല ഫംഗ്ഷൻസും അതിനൊക്കെ പങ്കെടുക്കേണ്ടി വരുന്ന മക്കൾക്ക് ദീനുള്ളത് കൊണ്ട് ഇല്ല, എനിക്ക് നിങ്ങളെ പോലെ ആയ പറ്റൂല എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ വരും അല്ലെ? അപ്പം ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളെയും നമ്മള് ഫേസ് ചെയ്യാറുണ്ട്. എല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിനെ നമ്മൾ ഉള്ളതിന്റെ പേരിൽ നമ്മൾ ഹാർഷായിട്ട് ഇല്ല ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, വാശിയോടുകൂടി, ദേഷ്യത്തോടു കൂടി, അനുസരണക്കേടോടു കൂടി ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും ഈ ദീനുള്ളവരോട് ആളുകൾക്ക് ദേഷ്യം വരുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ? നമ്മളെ മാറ്റി നിർത്തുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ അവരെ, കാരണം നമുക്ക് അവരുടെ ഇടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? അവരെ നമ്മളുടെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതും കോംപ്രമൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ദീനിന്റെ കോംപ്രമൈസ് അല്ല, നമ്മളുടെ ഞാൻ എന്ന ഭാവത്തിന്റെ കോംപ്രമൈസ് ആണ്. അതായത് അവര് തെറ്റ് ചെയ്തത് കൊണ്ട് അവർ കംപ്ലീറ്റ് തെറ്റാവല്ല ചെയ്യുന്നത്. അവർ ആ ചെയ്യുന്ന തെറ്റിനെ മാത്രം മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ കാര്യത്തിലും അവരോട് കംപ്ലീറ്റ് സഹകരിക്കുക, കംപ്ലീറ്റ് സ്നേഹം കൊടുക്കുക, സ്നേഹം കാണിക്കുക. ഉള്ളിലുള്ളതുകൊണ്ട് കാര്യമില്ല, സ്നേഹം കാണിച്ച് അവരെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കുക.
അവര് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ നമുക്ക് അവര് പറയുന്നത് ഈസി ആയിട്ട് അനുസരിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു വീട്ടില് ഉമ്മന്റെയും വാപ്പന്റെയും ഒക്കെ കൂടെ നിൽക്കുമ്പോ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറയാം. അതങ്ങ് ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് അത് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് അവരോട് സ്നേഹം കാണിച്ച് നമ്മുടെ ദീൻ അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മളില് ആളുകൾ ഇംപ്രസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ എടുക്കുള്ളൂ. ഈ ഇംപ്രഷൻ കൊണ്ട് നമുക്ക് ദുനിയാവിൽ നമുക്ക് ചോറ് കിട്ടാനോ കറി കിട്ടാനോ നമ്മുടെ മഹിഷത്ത് കിട്ടാനോ നമുക്ക് സ്വർഗം കിട്ടാനോ അല്ല. ഈ എന്താണ് അതായത് അവര് സ്വർഗം തരുന്നത് കൊണ്ടും അല്ല. പകരം നമ്മൾ ആ ഇംപ്രഷൻ ഉണ്ടാക്കിയത് കൊണ്ട് അവരെ നമുക്ക് ദീനിലേക്ക് എത്തിക്കാൻ പറ്റും ല്ലേ. നമ്മുടെ ആ ഒരു നിയ്യത്തിന്, നമ്മുടെ ആ ഒരു എഫേർട്ടിന് നമുക്കും പ്രതിഫലമാണ്. അവരും പരലോകത്ത് രക്ഷപ്പെടും. ഈ ഒരു കാര്യം എല്ലാ സ്ഥലത്തും നമ്മുടെ മക്കളുടെ ഇടയിലും മറ്റു കുടുംബങ്ങളുടെ ഇടയിലും എല്ലാ സ്ഥലത്തും നമ്മൾ അവരുടെ ആ ഒരു ആക്ഷനെ മാത്രം വെറുക്കുക, അവരെ വെറുക്കാതിരിക്കുക, സ്നേഹം വാരിക്കോരി കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യുക, അനുസരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് വേറെ ദോഷങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വേറെ ദോഷങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക, അനുസരിക്കുക, പറ്റുമെങ്കിൽ അതിനെ അനുസരിക്കുക. ഇനി തൽക്കാലത്തേക്കെങ്കിലും അനുസരിച്ച് കാണിച്ചു കൊടുക്കുക. ഉം. അങ്ങനെ വരുമ്പം എന്തായാലും ഒരാള് അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിനെ എതിർക്കാൻ പറ്റില്ല. ഒരു പരിധി കൂടുതൽ എതിർക്കാൻ പറ്റില്ല. ഗ്രാജ്വലി അവര് നമ്മളുടെ ചോയ്സസിനെ റെസ്പെക്ട് ചെയ്യും. നമ്മളുടെ ശരികൾ അവര് റെസ്പെക്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്നത് ശരിയാന്ന് അവർക്ക് തോന്നും. ഓക്കെ. ഇനി അതൊന്നും അല്ല, അവര് എന്തെന്നെ ചെയ്തിട്ടും നമ്മള് ചെയ്യുന്നതിനെ അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സൈലന്റ് ആയിട്ട് ചെയ്യുക. അവരെ വെറുപ്പിക്കാണ്ട് എന്താണ് അത് വലിയൊരു ഇഷ്യൂ ആക്കാതെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സൈലന്റ് ആയിട്ട് ചെയ്യുക. പക്ഷെ അവരുമായിട്ടുള്ള ബോണ്ട് നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ കൊണ്ടുപോകുക. അതായത് ഒരുപക്ഷെ നമുക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എന്താ പറയാ എതിർക്കാൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കാനേ പറ്റുന്നില്ല. അവര് ഭയങ്കര അഡമന്റ് ആണ്. ഭയങ്കര വാശി പിടിച്ച് നിൽക്കാണെന്ന് വെച്ചോ. ആയിക്കോട്ടെ, അവരായിക്കോട്ടെ. പക്ഷെ നമ്മള് ചെയ്യുന്നത് നമ്മള് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ ബോണ്ട് അതങ്ങനെ മുറുകെ വെക്കുകയും ചെയ്യാം. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സ്റ്റോറി എനിക്കൊന്ന് മുമ്പ് റംലത്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലാസ്. അദ്ദേഹം മുസ്ലിം ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് എന്താണ് മുസ്ലിം ആവാൻ താല്പര്യമില്ല. അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നത് ഉമ്മക്ക് ഇഷ്ടവുമല്ലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അത് ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഉമ്മ. ഞാൻ എന്തായാലും മുസ്ലിം ആവൂലാന്ന്. പക്ഷെ അദ്ദേഹം എന്താണ് വളരെ നൈസായിട്ട് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഉമ്മാനോടുള്ള സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല. അദ്ദേഹം ഉമ്മക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ ഞാൻ ഇസ്ലാം വിടാൻ പോണില്ല. അങ്ങനെ ഫൈനലി അവർക്കും ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നു. അവർ സ്വീകരിച്ചു. ഓക്കെ. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പൊ നമ്മൾ ദുന്യാവിയായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് അത് നമ്മൾ എഗ്രി ചെയ്യിപ്പിക്കൂലേ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫോണോ അല്ലെങ്കിൽ കാറോ ഒക്കെ ഓരോ ഓരോ അവസ്ഥക്കനുസരിച്ച് അത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സോപ്പിട്ട് അവരുടെ പിന്നാലെ നടന്നില്ലേ പല പല തരത്തിലുള്ള കണ്ടീഷൻസും വെച്ച് എഗ്രിമെന്റ്സും വെച്ച് ഇപ്പം ഒരു പഠിക്കുന്ന കുട്ടി ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ ഫോൺ വാങ്ങിക്കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്തെങ്കിലും ചെയ്തിട്ടില്ലേ ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് കുറച്ച് പൈസ ഞാനിടാം, ബാക്കി പൈസ ഉമ്മ ഇട്ടോ അല്ലെങ്കിൽ ഉപ്പ ഇട്ടോ അല്ലെ എനിക്കൊരു ബൈക്ക് വാങ്ങണം കുറച്ച് ഞാനിടാം. അങ്ങനെ അവരുടെ പിന്നാലെ നടന്ന് സോപ്പിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തൂലേ. പക്ഷെ ദീനിന്റെ കാര്യം വരുമ്പോ എന്താ നമ്മളെ പാരന്റ്സ് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും നമുക്ക് ഇത്ര വലിയ പ്രശ്നം. അവര് വേറെ ആശയക്കാരാകുമ്പോഴേക്കും നമുക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം. പാരന്റ്സ് എന്നുള്ള കാര്യം ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പാരന്റ്സിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ആയത്തിൽ. ഇതെല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ദീനം നമ്മൾ ഇത് തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. സ്നേഹം കൊണ്ട് മൂടുക, അനുസരിക്കുക, അനുസരണ കൊടുക്കുക, റെസ്പെക്ട് കൊടുക്കുക. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പോലും റെസ്പെക്ട് കൊടുക്കുക. ഓക്കെ. അങ്ങനെ നമ്മൾ കൊടുത്ത് നമ്മളിൽ അവരെ ആകൃഷ്ടരാവും. നമ്മൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാണ്ടാവും. നമ്മൾ പറയുന്നത് അവർക്ക് ഒഴിവാക്കാൻ പറ്റാണ്ടാവും. അപ്പം നമ്മൾ പോലും അറിയാതെ അവർ നമ്മളെ ഫോളോ ചെയ്യുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്. എക്സ്പീരിയൻസാ പറയുന്നത്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കറിയോ ഈ സത്യം എന്ന് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സത്യം ശരി എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മാജിക്കൽ പവർ ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു പവർ ഉണ്ട്. ആളുകൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂല അതിനെ ഒരു പരിധിയിലപ്പുറം. പക്ഷെ നമ്മൾ ഈ സത്യവും ശരികളും ഒക്കെ റോങ് ആയിട്ടുള്ള വഴിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ ചെയ്യുന്നത് നമ്മളെ വിശ്വാസങ്ങൾ സത്യമായിരിക്കാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ അത് നമ്മൾ ഹാർഷായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഈ പറഞ്ഞ പവർ നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ശരികള് സത്യങ്ങള് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സത്യസന്ദേശങ്ങൾക്ക് ഉണ്ട്. ഓക്കെ. അത് മനസ്സിൽ വെക്കുക. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒരൊറ്റ കീ എന്ന് പറയുന്നത് എന്താണ്? ക്ഷമ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല തന്ന കാര്യമാണ്. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. ക്ഷമയും ദുആയും. എങ്ങനെയാണ് ആ ക്ഷമ ഉണ്ടാവുന്നത്?
നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം. ഒന്നും ഒരു ദിവസം കൊണ്ട് മാറാൻ പോണില്ല. ഒരു കാര്യവും അവരിന്ന് അതിനെ എതിർക്കുന്നുണ്ടാവും. അത് നാളെ തന്നെ മാറ്റാനൊന്നും പറ്റൂല. ഒരാളെയും 2 ദിവസം കൊണ്ട് മാറ്റാൻ പറ്റൂല. ഒരാളും നമ്മൾ പറയുന്നത് 1 2 ദിവസം കൊണ്ട് അംഗീകരിക്കൂല. ഓക്കെ. പ്രത്യേകിച്ച് നമ്മളെ കൂടെയുള്ളവര്. നമ്മൾ പുറത്ത് ദാവ ചെയ്യുന്നത് 1 മണിക്കൂർ എടുക്കുന്നത് അതേ കാര്യം നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരണമെങ്കിൽ 10ഉം 15ഉം കൊല്ലം എടുക്കും. ഓക്കെ. നമ്മളെ മനസ്സിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആയിട്ട് ഇറക്കിയതാണ് ഫസ്റ്റ് ജനറേഷനിലെ അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഇറക്കിയതാണ്. നമ്മളെ പോലെ ബുക്കായിട്ട് കിട്ടിയതല്ല. എന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് 23 വർഷം എടുത്തിട്ടാണ് ഇറക്കിയത്. അല്ലേ? അപ്പൊ നമ്മളെങ്ങനെ ഇതിങ്ങനെ അല്ലേ ക്ലിക്ക് ആവുമ്പോഴേക്കും അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് വന്ന് പരാതികൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്കാരുണ്ടെന്നറിയോ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പറയുന്നത്? ഉമ്മയാവാം, ബാപ്പയാവാം, ഭർത്താവാം, മക്കളാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് കൊടുത്തിട്ട് 23 വർഷം കൊണ്ടേ കൊടുത്തിട്ടുള്ളൂ. അല്ലാഹു എത്രയോ കാലം മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥമല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സമയം എടുക്കും എന്നുള്ളതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. അതാണ് ഒരു കാര്യം. വേറെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹു നമുക്ക് ഹിദായത്ത് തരുന്നുണ്ടെങ്കിൽ, ഹിദായത്തുൽ ഇൽമി ഹിദായത്തുൽ അമലി അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഹിദായത്തിനെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെ മേലുള്ള ഒരു കമ്പൽസറി ആയിട്ടുള്ള ടെസ്റ്റാണ് നമുക്ക് വേണ്ടപ്പെട്ടവര്, നമ്മളുടെ ജീവിതത്തിലുള്ളവര് ഹിദായത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ഹിദായത്ത് ഇല്ലായ്മയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. എന്തോ നമ്മൾ വിചാരിക്കുന്ന റൂട്ടിലല്ലാതെ, അല്ലെങ്കിൽ അവർ വേറൊരു റൂട്ടിൽ എന്തോ അവരും അള്ളാഹുമായിട്ട് അടുത്തിട്ടൊക്കെ തന്നെയാണ്, എന്നാൽ നമുക്കത് അങ്ങോട്ട് അല്ലെ ഓരോരോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആയിരിക്കുക എന്നുള്ളത് ഈ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകദേശം ഒരു കമ്പൽസറി ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. നമ്മൾ മുന്നേ പോയ പ്രവാചകന്മാർ പോലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ് അതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഏറ്റവും പ്രിയപ്പെട്ട മൂത്താപ്പൻ മരണം വരെ അല്ലെ ദീനിലേക്ക് വന്നിട്ടില്ല. അപ്പം നമ്മൾക്ക് ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് എന്ത്? നമ്മൾ ചുറ്റുപാടുമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ അതിൽ നിന്ന് ഇത്തിരി വിട്ടും ചരിഞ്ഞും ചാഞ്ഞും മാറിയും ഒക്കെ നിൽക്കുക എന്നുള്ളത്. അത് കാരണം നമുക്ക് നമ്മളുടെ ഹിദായത്തുമായിട്ട് മുമ്പോട്ട് പോവാൻ പ്രയാസം ഉണ്ടാവുക എന്നുള്ളത് അത് ഉറപ്പായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഒരു രക്ഷയില്ല, അതിൽ നിന്നൊരു എസ്കേപ്പേ ഇല്ല. നിങ്ങളിനി എത്ര സന്യാസി പോലെ സെയിന്റ്ലി ആവാൻ വേണ്ടി ശ്രമിച്ചാലും, മലന്റെ മുകളിൽ പോയിന്ന് ധ്യാനം ചെയ്യാൻ എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഇരുന്നിട്ട് ദീൻ പ്രാക്ടീസ് ചെയ്തോളാന്ന് വിചാരിച്ചാലും ഒരു കാര്യം മനസ്സിലാക്കുക, അത് ഇസ്ലാം അല്ല. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസമല്ല. ദീൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ മാറ്റി നിർത്തി ഞാൻ മാത്രം എന്റെ ദീൻ എക്സിക്യൂട്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യട്ടെ എന്നുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാല് ഡീൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക, അതുമായിട്ട് ഡീൽ ചെയ്യലാണ്. അതാണ് നമ്മളുടെ ടെസ്റ്റ്. ഓക്കെ. അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് ഓടലല്ല നമ്മുടെ ടെസ്റ്റ്. നമ്മളുടെ ഹിദായത്തിനെ കോംപ്രമൈസ് ചെയ്യാതെ അതുമായിട്ട് ഡീൽ ചെയ്യലാണ് നമ്മളുടെ പരീക്ഷണം. അതിന് ഏറ്റവും ഭംഗിയായിട്ട്, അതായത് നമ്മുടെ ദീനിനെ കോംപ്രമൈസ് ചെയ്യാതെ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് ഒരു വെറുപ്പിന്റെ വിത്ത് ഇട്ട് കൊടുത്ത് ആവരുത് നമ്മൾ അവരിലേക്ക് ഹിദായത്ത് അല്ലെങ്കിൽ ദാവ ചെയ്യുന്നത്, നമ്മുടെ ദീൻ അവരിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. അപ്പം ഇതെന്തായാലും ഉണ്ടാവും. ഇത് മാറ്റിയെടുക്കാൻ സമയം വേണം. ഓക്കെ. ക്ഷമയും ദ്വായും മാത്രമേ ഇതിനുള്ള എന്താണ് കീസ് ആയിട്ടുള്ളൂ. സ്നേഹത്തോടു കൂടിയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക, നമ്മളുടെ കൂടെ ജീവിക്കുന്നവരായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി അവർക്ക് എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, തെറ്റല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ തെറ്റില്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പലതും അല്ലെ, നിനക്ക് അത് അങ്ങനെ ചെയ്തുകൂടെ, നിനക്ക് അവിടെ പോയി കൂടെ എന്നൊക്കെ നമ്മുടെ കൂടെയുള്ളവർ ചോദിക്കും. അതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ചയിൽ തെറ്റില്ലാത്ത കാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഒരു നല്ല ബോണ്ട്, സ്നേഹം കൊണ്ടുണ്ടാക്കിയ ഒരു ബോണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ അതിന്റെ കൂടെ നമ്മളുടെ ദീൻ കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലത്ത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അത് സമയമാവുമ്പോൾ അള്ളാഹിന്റെ പവറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയമാകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് ഇട്ട് കൊടുക്കും. ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തടഞ്ഞു വെച്ചത് നമുക്ക് പരീക്ഷണമായിട്ടാവാം അല്ലെ. നമുക്ക് ആ സമയം അത്രയും നമ്മളുടെ ക്ഷമയ്ക്കും നമ്മളുടെ ദുആക്കും നമ്മളുടെ എഫേർട്ടിനും പ്രതിഫലം തരാനാവാം അല്ലെ. അപ്പൊ അത്രയും ഹെവി ആയിട്ടുള്ള ഒരു പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. ഇനി ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലെ, പലപ്പോഴും
വൈവാഹിക ബന്ധങ്ങളൊക്കെ ചിലരും അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞ് പലരും വിഷമങ്ങൾ പറയാറുണ്ട്. ഭർത്താവ് ഇങ്ങനെയാണ് അല്ലെ, മൂപ്പര് ഒരു രക്ഷയില്ല, തീരെ ദീനിനോട് അടുക്കുന്നില്ല. ഭർത്താവ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയേക്കാം അല്ലെ, ഒഴിവാക്കാൻ പറ്റിയേക്കാം. പക്ഷെ എത്രയൊക്കെ നമ്മൾ അതിൽ നിന്ന് ഓടി ഒളിച്ചാലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പം അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ. ഡിഫറൻസസ് എന്തായാലും ഉണ്ടാവും. ദീനിന്റെ കാര്യത്തിൽ എന്തായാലും ഡിഫറൻസസ് ഉണ്ടാവും. അവരുടെ കാഴ്ചപ്പാടിൽ, അവർ ചെയ്യുന്ന അമലുകളുടെ കാര്യത്തിൽ, നമ്മുടെ പാരൻസ് തമ്മിൽ, ഗ്രാൻഡ് പാരൻസ് തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, കുട്ടികൾ തമ്മിലൊക്കെ ഉണ്ടാവും. അപ്പം റെസ്പെക്റ്റോടുകൂടി, ക്ഷമയോടുകൂടി, അനുസരണ കൊടുക്കേണ്ടത് അനുസരണയോടുകൂടി, ദ്വായോടുകൂടി ഡീൽ ചെയ്യാം. ഒന്നും കൂടെ ഞാൻ ഒരു കാര്യം പറയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സത്യത്തിന്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശരികൾക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഒരു പവർ ഉണ്ട്, ഒരു മാജിക്കൽ പവർ ഉണ്ട്, ആളുകൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ശരികൾ നമ്മൾ സ്നേഹത്തോടു കൂടി കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഒരു സമയത്തുമ്പം അതിനെ ഫോളോ ചെയ്യാതെ വേറെ രക്ഷയില്ലാത്ത ഒരു അവസ്ഥയാവും. പക്ഷെ നമ്മൾ അതിനെ ശരിയായ രീതിയിലായിരിക്കണം ശരികളെ കാണിച്ചു കൊടുക്കുന്നത്. ഹാർഷായിട്ട്, അറഗന്റ് ആയിട്ട്, ഒരു വെടിക്ക് എന്താണ് വെട്ടൊന്ന് തുണ്ടം രണ്ടെന്നുള്ള ഒരു സ്റ്റൈലിൽ ആയിരിക്കരുത്. അപ്പം അത് മനസ്സിൽ വെക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്. അവരെ സ്നേഹിക്കേണ്ടടുത്ത് അല്ല, അവരെ സ്നേഹം കൊണ്ട് മൂടുക, അവരെ അനുസരിക്കാൻ പറ്റുന്നിടത്തൊക്കെ അനുസരിക്കുക. അവർക്ക് മനസ്സിലാവണം നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ വരുമ്പം അവര് എന്തായാലും, കാരണം ദീനിന് വേണ്ടി അല്ലാതെ വേറെ എന്തിനു വേണ്ടി സ്നേഹിക്കുന്നവർക്കും അതിന് ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ കഴിയുമ്പോൾ അത് നിന്നുപോകും. അപ്പം അവർക്ക് വേറെ ഏത് സൈഡിൽ നിന്ന് അവർക്ക് കെയർ കിട്ടിക്കഴിഞ്ഞാലും, ഏത് സൈഡിൽ നിന്ന് അവർക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞാലും, അംഗീകാരം കിട്ടിക്കഴിഞ്ഞാലും, റെസ്പെക്ട് കിട്ടിക്കഴിഞ്ഞാലും ആ കൊടുക്കുന്നവര് അവരുടെ ആ ഒരു ആവശ്യം കഴിയുമ്പം അത് മെല്ലെ നിർത്തും. അത് ഹ്യൂമൻ നേച്ചറാണ്. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവർ എന്നും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ എന്നും കിട്ടുന്ന ഒരു കാര്യത്തിന് മേലെ ആളുകൾ അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പം ആ ഒരു സ്റ്റെപ്പ് എടുക്കുക, ക്ഷമയോടുകൂടി എക്സിക്യൂട്ട് ചെയ്യുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ചില സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും, റബ്ബിനോട് പറയാം, റബ്ബേ നീ സഹായിക്കുക, റബ്ബിനോട് പറയാം. സമയം എടുക്കും, ഓക്കെ. അവസാനം അവർ അത് സ്വീകരിച്ചോളും. അവരുടെ ഹൃദയത്തിൽ ഒരു തുള്ളി ഇഖ്ലാസെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇഖ്ലാസ് ഉണ്ടാവാൻ നമ്മളൊക്കെ ഒരു കാരണമായിട്ട് മാറട്ടെ. ആമീൻ. അടുത്ത ആയത്ത്, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞു പോയ ഒരു സമുദായമാകുന്നു. അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമല്ല. വാക്കർത്ത് നോക്കാം. തിൽക്ക അത്, തിൽക്കയും ദാലിക്കയും അതാണ്. തിൽക്ക എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്, ദാലിക്ക പുല്ലിംഗമാണ്. ഉമ്മത്തുൻ ഒരു സമുദായം, ഉമ്മ അല്ലെ, നേഷൻ, സമുദായം. ഉമ്മത്തിന്റെ റൂട്ട് ഹംസ മീം മീം. ഉമ്മ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്, ഉമ്മത്തുൻ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് അവിടെ തിൽക്ക വന്നത്. അല്ലെങ്കിൽ ദാലിക്ക എന്ന് പറയുന്നതും അത് തന്നെയാണ് മീനിങ്, പക്ഷെ പുല്ലിംഗമാണ്. ഖദ് ഖലത്ത്, അത് നിശ്ചയമായും, ഖലത്ത് അത് കഴിഞ്ഞുപോയി. ഖ ലാം വ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് അല്ലെ. ഹലൗ, ഹല എന്നുള്ള വാക്ക്, ഖാലി എന്നുള്ള, കാലിയാവുക, ഇല്ലാതാവുക, തീർന്നു പോവുക, കഴിഞ്ഞു പോവുക എന്നൊക്കെ അർത്ഥം. അത് ഹലത്ത് അത് നിശ്ചയമായി അത് കഴിഞ്ഞുപോയി. ലഹ അതിന്, മ യാതൊന്ന്, കെസബത്ത് അതിനുണ്ട്, എന്ത്, യാതൊന്ന് അത് സമ്പാദിച്ചോ. കാഫ് സീൻ മുമ്പ് കണ്ട വാക്ക് തന്നെയാണ്. അപ്പം അതിനുണ്ട് എന്ത്, അത് സമ്പാദിച്ചത്. വലക്കും നിങ്ങൾക്കുണ്ട് എന്ത്, മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചത്. അപ്പം ആ ഉമ്മത്തിന് അവര് സമ്പാദിച്ചതുണ്ട്, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ സമ്പാദിച്ചതുമുണ്ട്. വലാത്തുസ് അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല. സീൻ ഹംസ ലാം സവാൽ, സഅല ചോദിച്ചു, തുസ് അലു ചോദിക്കപ്പെട്ടു. അപ്പം വലാ തുസ് അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നതുമല്ല, അമ്മ യാതൊന്നിനെ പറ്റി, കാനു യഅമലൂൻ ഐൻ മീം ലാം അമൽ എന്നുള്ള വാക്ക്. അപ്പൊ നിങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടുകയും ഇല്ല. തഫ്സീർ നോക്കാം. തിൽക ഉമ്മത്തും ഖദ് ഖലത്, അത് എന്താണ്, ഒരു സമൂഹമാണ്. എന്താണ്, ഒരു ഉമ്മത്ത് അത് ഓൾറെഡി കഴിഞ്ഞുപോയി. ആ ഒരു സമുദായം കഴിഞ്ഞുപോയി. തിൽക്ക നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഉമ്മ എന്ന് പറഞ്ഞാൽ സമുദായം. സമുദായം എന്നുള്ള വാക്ക് അവസാനം താഴുള്ളത് കൊണ്ട് തന്നെ അത് എന്താണ്, ഫീമെയിൽ വാക്കുമാണ്. ഓക്കെ.
അപ്പം അതൊരു സമുദായമാണ്, അത് കഴിഞ്ഞുപോയി. ഖലത് ഖ ലാം വ അത് നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഉമ്മ എന്ന് പറയുന്നത് പൊതുവെ ഉമ്മ എന്നുള്ള വാക്ക് എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്ലാം, ഇസ്ഹാഖ് അലൈഹിസ്ലാം, യാക്കൂബ് അലൈഹിസ്ലാം, ഇബ്രാഹിം അലൈഹിസ്ലാം, ഇസ്ഹാഖ് അലൈഹിസ്ലാം, ഇസ്മായിൽ അലൈഹിസ്ലാം, യാക്കൂബ് അലൈഹിസ്ലാം, അദ്ദേഹത്തിന്റെ 12 മക്കൾ. അപ്പം അത്രയും ആളുകളെയാണ് ഇവിടെ റെഫർ ചെയ്തിട്ടുള്ളത് അല്ലെ, തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ. അപ്പം ഇത്രയും ആളുകൾ അവരടങ്ങുന്ന ഒരു ഉമ്മ, അത് എന്താണ്, കഴിഞ്ഞുപോയി അല്ലെ, അവര് മരിച്ചുപോയി. അപ്പം ലഹ മ കസബത്ത്, അതിനുണ്ട്, ലഹ അതിനുണ്ട്, ഹ എന്നുള്ളത് ഉമ്മത്തിനെയാണ് റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഉമ്മത്തിനുണ്ട് മാ യാതൊന്ന്, കസബത്ത് അത് ഉണ്ടാക്കിയത്, അത് സമ്പാദിച്ചത്, കാഫ്സീൻ ബാ. വലക്കും വ ലക്കും നിങ്ങൾക്കുണ്ട്, എന്ത്, മാ കസബ്തും അല്ലെ, ഫഅൽത്തും പോലെ കസബ്തും എന്തൊന്ന് നിങ്ങൾ സമ്പാദിച്ചുവോ അത് നിങ്ങൾക്കുണ്ട്. അപ്പം അവര് ചെയ്ത പ്രവർത്തികൾക്കുള്ള പ്രതിഫലം അവർക്ക് കിട്ടും, നിങ്ങൾ ചെയ്ത പ്രവർത്തികൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അവര് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യുകയില്ല. നിങ്ങൾ എന്താണ് നിങ്ങളോട് അവരെ കുറിച്ചും ചോദ്യം ചെയ്യുകയില്ല. അപ്പൊ ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല അവർ ചെയ്തതിനെ പറ്റി. തുസ്അലൂൻ സീൻ ഹംസ ലാം, സുആൽ ചോദ്യം. അപ്പം അവരെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇവിടെ പറയുന്നത്? തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. എന്താ അള്ളാഹു പറയുന്നത്? അവര് ചെയ്തത് അവർക്കുണ്ട്, നിങ്ങൾ ചെയ്തത് നിങ്ങൾക്കുണ്ട്. നിങ്ങളോട് അവർ ചെയ്തതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. അല്ലാതെ നിങ്ങളുടെ പൂർവ്വപിതാക്കൾ, എന്താണ്, എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നോണ്ട് കാര്യമില്ല അല്ലേ. നിങ്ങളെ പൂർവ്വപിതാക്കന്മാർ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. എണീറ്റോ, ചെയ്തോ. സുബ്ഹാനല്ലാ. നിങ്ങൾ അവരിൽ നിന്ന് ജീനൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ദീൻ കിട്ടൂല അല്ലെ. ജീനേ വരുള്ളൂ. ദീന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. മുസ്ലിം ആവണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. സുബ്ഹാനല്ലാ. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ബേജാറാവുകയും വേണ്ട. സുബ്ഹാനല്ലാ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ പൂർവികന്മാർ, എൻ്റെ കുടുംബം അവർ അങ്ങനെയായിരുന്നു, ആനമയിലൊട്ടകായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതൊക്കെ പോയി, അവരൊക്കെ പോയി, അവർ ചെയ്തതും കൊണ്ട് അവര് പോയി. നമ്മൾ ചെയ്തത് നമുക്കേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാ. അതേപോലെ തന്നെ നമ്മളുടെ വേറൊരു പ്രശ്നമാണ്, നമ്മളുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കര ഗ്രീഫ് സ്ട്രിക്കൻ, അതായത് ഒരു എന്താ പറയാ, നിരാശാഭരിതമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി ഒരു രക്ഷയില്ല എന്താക്കൂന്ന് ആലോചിച്ച് ബേജാറായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ അല്ലേ. ശരിയാണ്, നമ്മൾ ബേജാറാവുക തന്നെ വേണം നമ്മളെ മക്കളെ കുറിച്ച്. പക്ഷെ ആ ബേജാർ, ആ ഒരു വിഷമം എന്തിനായിരിക്കണം? നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള വിഷമായിരിക്കണം. അല്ലാതെ നമ്മൾ നിരാശപ്പെട്ടിട്ട് പാസീവായി പോകുന്ന വിഷമമാവരുത്. ഒക്കെ ആക്റ്റീവ് ആക്കുന്ന വിഷമായിരിക്കണം നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച്. എന്തിനെ കുറിച്ചാണെങ്കിലും ഉള്ളത്, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള വിഷമം. ഇപ്പം ഇത് പറയുമ്പോൾ ഞാൻ ചേർത്ത് പറയാണ്, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന സംഭവം അല്ലെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം കൊടുക്കട്ടെ. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിന്റെ പേരിൽ വിഷമിച്ച് അല്ലെ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഇന്നത്തെ ദിവസം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും, അത് തന്നെ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതും അതിനെക്കുറിച്ച് തന്നെ ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ സംഭവിക്കാറുണ്ട് അല്ലെ. ശരിയാണ്, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണം, വിഷമങ്ങൾ അറിയണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെ, ദുനിയാവിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ആളുകൾക്ക് ഫീൽ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവർ നമ്മൾ അറിയണം. പക്ഷേ അത് എന്താവരുത്, നമ്മളെ പാസീവ് ആക്കാനുള്ളതാവരുത്. അതായത് അത് ആലോചിച്ച് അത് പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ളതാവരുത്. അത് ഇബ്ലീസിന്റെ ഇൻഗ്രീഡിയന്റ് ആണ്. നമ്മൾ അത് അറിഞ്ഞ ആ വിഷമം നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ആക്റ്റീവ് ആക്കാനുള്ളതായിരിക്കണം. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ആത്മാർത്ഥമായ ദുആ ചെയ്യാൻ പറ്റും അല്ലെ, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാം, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. നമ്മളെ അത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാം അല്ലെ. നമ്മളെ ചുറ്റുപാടും ഈ ലോകത്തിന് മൊത്തത്തിൽ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അവരുടെ പല രീതിയിലും നമുക്ക് ദുആ ആക്കാം. 2 പ്രവർത്തനങ്ങളാക്കാം. അവർക്ക് വേണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് സഹായങ്ങൾ എത്തിക്കാൻ പറ്റുമോ, എന്തെങ്കിലും രീതിയിൽ നമുക്ക് അതിനെ കോർഡിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കാം. 3, അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊണ്ട പാഠമുണ്ട് അല്ലെ. ഇന്ന് അവർക്ക് വന്നിട്ടെങ്കിൽ നാളെ നമുക്ക് വരാൻ
ഒരു പ്രയാസവും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൈൻ ബോർഡാണ് അത്, അല്ലേ? നമ്മൾ മുമ്പ് സൈൻ ബോർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ സൈൻ ബോർഡ് കാണുകയാണ്, മുമ്പോട്ട് പോകണ്ട, അവിടെ എന്താണ് അപകടമുണ്ട്, കുഴിയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തി ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് വിഷമിച്ചു, ഇവിടെ പ്രശ്നമുണ്ട് അല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് നേരെ മുമ്പോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ അതിനകത്ത് ചെന്ന് പെടും, അല്ലേ? അപ്പൊ മുമ്പോട്ട് പോകണ്ട എന്നുള്ള സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളയണമെങ്കിൽ വളയ തന്നെ വേണം. അതുപോലെ ഒരു സൈൻ ബോർഡാണ് ഇത്. സുബ്ഹാനല്ലാഹ്. നോക്ക്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള ടൈമായി, നിങ്ങളുടെ ആക്ഷൻസ്, അമലുകൾ കൂട്ടാനുള്ള സമയമായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ തന്നെ ഇരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞ് പിന്നെ ഒരു ദിവസം മുഴുവൻ ന്യൂസും വീഡിയോയും കണ്ട് അന്ന് സാധാരണ തലേ ദിവസം വരെ ചെയ്തിരുന്ന ഇബാദത്തും ചെയ്യാണ്ട് തലേ ദിവസം വരെ ചെയ്തിരുന്ന പഠനങ്ങളും ദിക്റുകളും ദുആകളും ഒക്കെ നിർത്തി വെച്ചിട്ട് ഇതന്നെ ആലോചിച്ച് കരയുക, ഇതന്നെ നാട്ടുകാരോട് പറയാ, പിന്നെ എന്താക്കാ നമ്മൾ ചെയ്യുന്നത്? സൈൻ ബോർഡ് കണ്ടിട്ട് അള്ളാഹ് പറഞ്ഞ കാര്യം ചെയ്യാതെ നേരെ മുന്നോട്ട് പോയിട്ട് ആ കുഴി ചാടുന്ന ആൾക്കാരായി പോവാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ആയിപ്പോരുത്. ഇപ്പൊ ഇവിടെ ഇത് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ട്, അല്ലെ, മക്കൾക്ക് അവർ എവിടെ എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഹിദായത്തായില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത്, ആ ഒരു വിഷമം ആവശ്യമാണ്. പക്ഷെ ആ വിഷമം എന്തിനുള്ളതായിരിക്കണം? നമ്മൾ ആക്ഷൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാനുള്ളതാവണം. അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയും നമ്മളുടെ കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുആ ചെയ്യോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളെ ഡിപ്രസ്ഡ് ആയിട്ട്, അല്ലെ, നമ്മുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു. അതായത് അള്ളാഹു ആണ് അൽ ഹാദി, അള്ളാഹു ആണ് ആ റബ്ബ്, അല്ലെ? അവർക്ക് തർബിയത്ത് കൊടുക്കുന്നവനും അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നവൻ റബ്ബാണ്. അപ്പൊ റബ്ബിന്റെ കപ്പാസിറ്റിയിലുള്ള കാര്യങ്ങൾ ആലോചിച്ച്, അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന അമലുകളും കൂടെ ചെയ്യാതിരിക്കുന്ന രീതിയിലുള്ള വിഷമം ആവരുത്. അത് ഇബ്ലീസ് കൊണ്ടുവന്ന് ഇട്ട് തരുന്നതാണ്. അപ്പം നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വിഷമാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഹെൽപ്പ് ചെയ്യും, അവർക്ക് ഹിദായത്ത് കൊടുക്കും. എന്നെ ഈ അവസ്ഥയിൽ, ഈ പ്രായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെയും റബ്ബിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാം, എന്റെ ദുആകൾ ഞാൻ ചെയ്യാം, എന്റെ മാതൃക ഞാൻ കാണിച്ചു കൊടുക്കുക. അതിന് ഞാൻ എന്റെ അമല് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക, എന്റെ ഇബാദത്ത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക, അല്ലെ? അല്ലാതെ ഇതുപോലെയുള്ള വിഷമങ്ങൾ വന്നിട്ട് നമ്മളെ അമല് പോലും മറന്ന്, തലേ ദിവസം വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും മറന്ന് വിഷമിച്ച്, അല്ലെ, ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തരുത്. അത് ഇബ്ലീസാണ് അത്തരത്തിലുള്ള ആങ്സൈറ്റീസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇട്ട് തരാം. നമുക്ക് അങ്ങനെ കളയാൻ സമയമില്ല. ഈ കുലുക്കം എവിടെ വേണമെങ്കിലും ഏത് രീതിയിലും കുലുങ്ങാവുന്നതേ ഉള്ളൂ. അതോടുകൂടി തീർന്നു നമ്മളുടെയൊക്കെ സമയം. അപ്പൊ ആ സമയം ആവുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഓടി നടന്ന് ചെയ്യാം. ഇത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങളും നമ്മളെ കൂടുതൽ ചെയ്യിക്കാനുള്ളതായിരിക്കണം, അല്ലാതെ നമ്മളെ സ്റ്റക്ക് ആക്കാനുള്ളതാവരുത്, അല്ലെങ്കിൽ പണ്ടത്തേനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാനുള്ളത് ആവരുത്. ഓക്കെ. അപ്പം ഈ ആയത്തിൽ എന്ത് ലെസണാണുള്ളത് നോക്കാം. ഒന്നാമത്തത്, നമ്മുടെ മുമ്പുള്ള ആളുകൾ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പ്രൗഡായിട്ട് ഇരിക്കുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കില്ലേ? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. ഈവൻ നമ്മൾ മറ്റുള്ളവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതായത് ദീനിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ആൾക്കാർ, ദീനിനെ കുറിച്ച് വലിയ ചിന്തിക്കാത്ത അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ മക്കൾക്കായെങ്കിലും ഇനി നമ്മളെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നവർക്കോ പഠിക്കുന്നവർക്കോ ഒക്കെ ദീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മോട്ടിവേഷൻ ആയിട്ട് ഫസ്റ്റ് ജനറേഷനിലെ ആളുകളെ കുറിച്ചും സഹാബിമാരെ കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാം, അവരുടെ വലിയ വലിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷേ ആ മോട്ടിവേഷൻ അവർക്കൊന്നും ഒരു പരിധിയിൽ കൂടുതൽ വർക്ക്ഔട്ട് ആവില്ല, അല്ലെ? കാരണം ഇതിലൊക്കെ അത്രയും കൺവിൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ആ മോട്ടിവേഷനൊക്കെ എടുക്കുക. പക്ഷെ ദീനിനെ കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അന്ന് ആരെങ്കിലും ചെയ്തതിൽ ഇപ്പൊ എന്താ കാര്യം? അവരെന്താ നോക്കുക? നമ്മൾ എന്താ ചെയ്യുന്നതെന്നാണ്, അല്ലെ? അവരിതെന്നാ ഇവരെ ദീൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം ഇത് എടുക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ. നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്നാണ് അവര് വിചാരിക്കുക. നമ്മളെ മക്കളാണെങ്കിലും അതെ, ഇതുപോലെ നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്ന പുറത്തുനിന്നുള്ള ആളുകളാണെങ്കിലും അതെ. അപ്പൊ നമ്മളുടെ അമലാണ് മാറ്റർ. മുമ്പ് ചെയ്തത് മാഷാ അല്ലാഹ് അവരതും കൊണ്ട് പോയി. നമുക്ക് അതുകൊണ്ട് എന്താണ് അത് വലിയ ഗുണങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അവർ ചെയ്തത് അവർക്കുണ്ട്, നമ്മൾ ചെയ്തതാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ. ഇനി അടുത്തത്, നമ്മൾ ഓരോരുത്തരും ഇതിന്റെ കണ്ടിന്യൂഷൻ, നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബോധോടായിരിക്കണം. മുസ്ലിമിൽ വന്ന ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ അബ്ത ബിഹി അമലുഹു ലം യുസ്ര ബിഹി നസബുഹു. അതായത് ഒരാളെ അമലുകൾ അയാളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അമലുകൾ അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ആൻസസ്ട്രി, അതായത് അയാളുടെ എന്താണ്
പൂർവ്വപിതാക്കന്മാരോ അല്ലെങ്കിൽ അയാളുടെ കുടുംബ മഹിമയോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഹിദായത്തോ ഒന്നും അയാളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. അയാളുടെ അമല് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫാമിലി ഭയങ്കര മുത്തക്കങ്ങളാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ അടുത്തത് ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ്, അതായത് നമ്മളുടെ മുമ്പുള്ള ആളുകൾ അവർ ചെയ്ത എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ സ്റ്റക്കായിട്ടിരിക്കണ്ട. കാരണം എത്ര മുത്തക്കീങ്ങളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരൊക്കെ എന്താണ്, മനുഷ്യന്മാരാണ് അല്ലെ. മനുഷ്യന്മാരാരും പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. അവർക്കൊക്കെ അവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. ഈവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുള്ള സ്വഹാബിമാരുടെ കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും അവരൊക്കെ എന്തായിരുന്നു, മനുഷ്യന്മാരായിരുന്നു അല്ലെ. അതുകൊണ്ട് അവരും തെറ്റുകളൊക്കെ പറ്റിയേക്കാം. അവര് ചെയ്തതും എന്താണ് ചെയ്യാത്തതുമൊക്കെ അവർക്കുള്ളതാണ്. നമുക്കറിയാം അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹു അവരെ കുറിച്ച് തൃപ്തനാണ് അല്ലെ. അവര് അള്ളാഹുവിനെ കുറിച്ചും തൃപ്തനാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഹിസാബ് അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ ആരൊക്കെയോ ചെയ്ത, കഴിഞ്ഞു പോയ ജനറേഷനിൽ ആരൊക്കെയോ ചെയ്ത, അലി റളിയല്ലാഹു അൻഹു എന്നാലും ആ സമയത്ത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, ആയിഷ റളിയല്ലാഹു അൻഹ എന്തായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ ചെയ്തത്, അതൊന്നും വിചാരിച്ച് നമ്മൾ നമ്മളുടെ സമയം കളയണ്ട. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തർക്കിക്കാനും പോണ്ട. അവരെന്നല്ല, മുമ്പേ കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാവാം അല്ലെ. പലരും പലതും ചെയ്തതൊക്കെ ഇനി മുമ്പേ കഴിഞ്ഞതിലേക്കും പോണ്ട, ഇന്ന് നടക്കുന്നതും ആവാം. എന്താണ്, ലഹാ മാ കസബത് വലക്കും മാ കസബത്തും അല്ലെ. ഓരോരുത്തർ ചെയ്തത് അള്ളാഹു അവർക്ക് റീകോമ്പൻസ് ചെയ്ത് കൊടുക്കും, അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുത്തോളും. നമ്മൾ ചെയ്തത് നമുക്ക് കിട്ടും. അപ്പം അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുക അല്ലെ, അവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് പരത്തുക, അവരെ ഇൻസൾട്ട് ചെയ്യുക, അവരുടെ നെഗറ്റീവ്സ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതൊന്നും നമുക്ക് ഗുണം ചെയ്യൂല. നമ്മൾ ചെയ്തതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈവൻ നമ്മുടെ പേഴ്സണൽ ലൈഫിലും അല്ലെ. അപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും നമ്മളെ മക്കളുടെ അടുത്തൊക്കെ സുബ്ഹാനല്ലാഹ്, എന്നാലും ഉണ്ടല്ലോ എൻ്റെ വല്യാപ്പ അന്ന് വല്യമ്മനോട് അത് ചെയ്തിക്കണ്, അല്ലെങ്കിൽ ആ മൂത്താപ്പന്റെ അമ്മായിന്റെ മോൻ അന്ന് അവിടെ വന്ന പയറ്റാ വർത്താനം പറഞ്ഞിക്കണ് അല്ലെ. ഈ മക്കൾക്ക് ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും ഇമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് 10-20 കൊല്ലം മുമ്പ് മരിച്ചവർ അന്ന് അത് ചെയ്തതുകൊണ്ടാണ് ഓരോ കുടുംബം ഇന്ന് ഇത് അനുഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരാ ഇതൊക്കെ പറയാൻ അല്ലെ. അന്ന് എൻ്റെ ഉപ്പാന്റെ അടുത്ത് ആ മൂത്താപ്പന്റെ പേരക്കുട്ടി ഇങ്ങനെ ചെയ്ത് കളഞ്ഞ്, അങ്ങനെയാണ് എൻ്റെ ഉപ്പ ഇങ്ങനെ ആയിപ്പോയത്. അവരൊക്കെ പോയി. ലഹാ കെസബത്ത്, അവര് ചെയ്തത് അവർക്കുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് വലക്കും മാ കസബത്തും, നമ്മൾ ചെയ്തതാണ് നമുക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുനൻ നസായിയിൽ വന്ന സ്വഹീഹായ ഒരു ഹദീസിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ലാ തസുബ്ബുൽ അംവാത ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു. നിങ്ങൾ എന്താണ്, മരിച്ചവരെ കേഴ്സ് ചെയ്യരുത്, അവരെ ശപിക്കരുത്, അവരെ കുറിച്ച് മോശം പറയരുത്, അവരെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കാരണം നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മളെ അമലിൽ പെട്ടു, അത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അവര് ചെയ്തത് അവരോടെ ചോദിക്കുള്ളൂ. പക്ഷെ അവർ ചെയ്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ അമലായി മാറി, അതിനെക്കുറിച്ച് നമ്മളോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അപ്പൊ അവര് കഴിഞ്ഞത് കഴിഞ്ഞു, അവര് പോയത് പോയി, അതുകൊണ്ട് അവരങ്ങ് പോട്ടെ. ഇനി ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണെങ്കിലും അല്ലെ, അന്നുണ്ടല്ലോ ഞാൻ ചെറുതാവുമ്പോ അന്ന് അങ്ങനെ ആ ഒരു ഉപദ്രവം ചെയ്തത് ഇന്നും എന്റെ മനസ്സൊന്നും പോയിട്ടില്ല, വല്ലാത്തൊരവസ്ഥ ആയിപ്പോയി അല്ലെ. നമുക്കിതൊന്നും പിന്നെയും 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 പറഞ്ഞാലും മതിയാവാറില്ല. സുബ്ഹാനല്ലാഹ്. ശരിയാണ്, ആരെങ്കിലും നമുക്ക് ചെയ്ത ഉപദ്രവങ്ങളൊക്കെ നമുക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാനിത് എല്ലാരെയും ഉദ്ദേശിച്ച, എന്നെ ഉദ്ദേശിച്ചാ പറയുന്നത് അല്ലെ. പലരും നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പല വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അത് അവര് ചെയ്തത് അവർക്കുള്ളതാണ്. ലഹാമ കസബത്ത് അല്ലെ. പക്ഷെ അതിനെക്കുറിച്ച് വീണ്ടും 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 സംസാരിച്ചിട്ട് അത് നമ്മൾ ചെയ്തതാക്കി മാറ്റാണ്, നമ്മളുടെ അമലാക്കി മാറ്റാണ്. എന്നിട്ട് അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് അവിടെ ചെന്നിട്ട് വാങ്ങണം അല്ലെ. അതിനുള്ള ശിക്ഷ നമ്മൾ വാങ്ങണം. എന്ത് കാര്യത്തിനാ? ചിലപ്പോ നമ്മളെ മക്കള് നമ്മുടെ ഇൻലോസിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ പറഞ്ഞ വിഷം ഇങ്ങനെ ചീറ്റി 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 മക്കള് കാണാത്ത ആൾക്കാരെ കുറിച്ച് പോലും വെറുപ്പുണ്ടാകുന്ന അവസ്ഥകള്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് നമ്മളുടെ അമലുകളാണ് നമുക്ക് കൊണ്ടുപോകാനുള്ളത്. കഴിയുന്നതും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. വെറുപ്പുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ട, നമ്മുടെ ഉള്ളിൽ അവിടെ നിന്നോട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത്തരത്തിലുള്ള വെറുപ്പുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേരോടെ പറിച്ചു കളയാനുള്ള തൗഫീക്ക് തരട്ടെ. നമ്മുടെ മക്കൾക്കൊന്നും ഒരു തരത്തിലുള്ള വെറുപ്പിന്റെ വിത്തുകളും വിതച്ചു കൊടുക്കുന്ന മാതാപിതാക്കളായി മാറാതിരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ.
പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഓക്കെ, ആർക്കെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും അവരിലുള്ള എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി മാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും നമ്മൾ വിഷമിക്കേണ്ടത് നമ്മളുടെ റെക്കോർഡിനെ കുറിച്ചാണ്, നമ്മളുടെ അമലുകളെ കുറിച്ചാണ്. വലാത്തുസ് അലൂന അമ്മ കാനോ അമലൂൻ, അവരുടെ റെക്കോർഡുകളെ കുറിച്ച് ചോദ്യം ചെയ്യുകയില്ല. ഈ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നീതി അല്ലെ. അള്ളാഹു ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കുള്ളത് അള്ളാഹു അവർക്ക് കൊടുക്കും, അവരോട് ചോദിക്കുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവർ ചെയ്തത് നമ്മളോട് ചോദിക്കുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നീതിയാണ്. അപ്പൊ നമ്മൾ നമ്മളുടെ അമലിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള നെഗറ്റിവിറ്റീസ്. അടുത്ത ആയത്ത് وقالوا كونوا هودا أو نصارى تهتدوا قل بل ملة إبراهيم حنيفا وما كان من المشركين. അവർ പറയുന്നു, നിങ്ങൾ നേർവഴിയിലാകണമെങ്കിൽ ജൂതരോ ക്രിസ്ത്യാനികളോ ആവുക. പറയുക, അല്ല, ശുദ്ധമാനസനായ ഇബ്രാഹിമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്, അദ്ദേഹം ബഹുദൈവവാദി ആയിരുന്നില്ല. വഖാലു, അവർ പറയുന്നു, കൂനു, നിങ്ങളാകുവിൻ, ഹൂദൻ, സോറി ഇവിടെ ഞാൻ റൂട്ട് തെറ്റ് കേട്ടോ. ഹൂദൻ യഹൂദികൾ, ഹ ദാൽ വ, ഹൂദൻ യഹൂദികൾ, ഔ അല്ലെങ്കിൽ നസോറ ക്രിസ്ത്യാനികൾ, തഹ്തദു എന്നാൽ നിങ്ങൾ നേർമാർഗത്തിലാകും, കുൽ പറയുക, ബൽ എന്നാൽ മില്ലത്ത മാർഗം, ഇബ്രാഹിം ഇബ്രാഹിമിന്റെ, ഹനീഫൻ ഹ നൂൻ ഫ, മിസ്സായതാട്ടോ, ഞാൻ നോട്ട് അയക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് അയക്കാം. ഹനീഫൻ ശുദ്ധ ഹൃദയനായ നിലയിൽ, വമാ കാന അവരായിരുന്നില്ല, മിനൽ മുഷ്രിക്കീൻ മുഷ്രിക്കുകളിൽ പെട്ടവൻ, ബഹുദൈവ ആരാധകരിൽ പെട്ടവൻ. ഷീൻ റോ കാഫ് ഷിർക്ക്. ഓക്കെ, തഫ്സീർ നോക്കാം. വഖാലു കൂനു ഹൂദൻ ഔ നസോറ തഹ്തദു, അവര് പറയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളാവുക അല്ലെങ്കിൽ ജൂതന്മാരാകുക, എന്നാൽ നിങ്ങൾ എന്താണ് തഹ്തദു നേർമാർഗത്തിലായേക്കാം, ഹിദായത്തിലായേക്കാം. ആരാ ഇത് പറയുന്നത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലെ. ഹൂദ് എന്ന് പറഞ്ഞത് ഹായിദ് എന്ന വാക്കിന്റെ പ്ലൂറലാണ്. നസോറ നമുക്കറിയാം നസ്രാനി അല്ലെ, നസ്രാനി എന്ന വാക്കിന്റെ പ്ലൂറലാണ്. അപ്പം അവര് പറയണം മുസ്ലിങ്ങളോട്, നിങ്ങൾ ഒന്നെങ്കിൽ ജൂതന്മാരാവുക അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാവുക, അപ്പൊ നിങ്ങൾ നേരായ മാർഗത്തിലായേക്കാം, തഹ്തദു സ്ട്രെയിറ്റ് പാത്തിലായേക്കാം. ജൂതന്മാർ പറയുന്നത് ജൂതന്മാരുടേതാണ് ശരിയായ വഴി എന്ന്, ക്രിസ്ത്യാനികൾ പറയുന്നു ക്രിസ്ത്യാനികളുടേതാണ് ശരിയായ വഴി എന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറയുന്നത്? നമ്മൾ അവർ പറയുന്നത് കേൾക്കണം എന്നാണോ? അല്ല. അള്ളാഹു പറയുന്നു, കുൽ നീ പറയുക, ബൽ അല്ല, അങ്ങനെയല്ല അല്ലെ, നിങ്ങൾ പറയുന്നതല്ല, ബൽ പകരം എന്താണ്? മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ വഴി, മില്ലത്താണ് ഞങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ആരാണ് ഇബ്രാഹിം അലൈഹിസ്ലാം? ഹനീഫൻ, സ്ട്രീറ്റ് ആയിട്ടില്ലേ, ഫോക്കസ്ഡ് ആയിട്ട്, ചഞ്ചലമല്ലാത്ത, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചായാത്ത ആളാണ്. വമാ കാന മിനൽ മുഷ്രിക്കീൻ, അവൻ മുഷ്രിക്കുകളിൽ പെട്ടവൻ ആയിരുന്നില്ല. ഹനീഫ് ഹ നൂൻ ഫ, ഹനഫ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഇൻക്ലൈൻഡ് ആയിരിക്കുക, ചായ്വ് ഉണ്ടായിരിക്കുക, എന്നിട്ട് അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുക, അതാണ് ഹനീഫ. ഓക്കെ, ഹനീഫ് എന്ന് പറയുന്നവൻ, അപ്പൊ ഒരാളെ ഹനീഫ് എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്തായിരിക്കും? അയാൾ തൗഹീദിനോട് ചായവുള്ള ആളാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏകത്വത്തിൽ ഉറച്ച വിശ്വാസം ഉള്ള ആളാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളാണ്, മാത്രമല്ല അതിനകത്ത് ഉറച്ചു നിൽക്കുന്നവനുമാണ്. അപ്പം വേറെ എന്ത് വന്നു കഴിഞ്ഞാലും അവൻ ഡിസ്ട്രാക്റ്റഡ് ആവില്ല. ഈ ലോകവും ഇതിനകത്തുള്ള സകല സൗകര്യങ്ങളും അവന്റെ സ്വന്തം നഫ്സും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും എന്ത് വന്നു കഴിഞ്ഞാലും അവന് യാതൊരു മാറ്റം ഉണ്ടാവില്ല, അവൻ അതിനകത്ത് ഫേം ആയിരിക്കും. അതേപോലെ ഹനീഫിന് മുസ്തഖീം ആയിട്ടുള്ള ആൾക്കാർ, സിബിന്റെ ഇയാലമാരി ഒറ്റ മിനിറ്റ്, കിട്ടിയോ ഒരു വെള്ള കവറില്? സോറി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
അപ്പം ഹനീഫ് എന്നുള്ള വാക്ക് ഒരാൾ മുസ്തഖീം ആയിരിക്കുന്ന ഒരാൾ, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, സ്റ്റെഡ് ഫാസ്റ്റ് ആയിരിക്കുക. ഒരാൾ ദീനിലാണെങ്കിൽ ആ ദീനിൽ നിന്ന് യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കും എന്താണ് ഹനീഫ് എന്ന് പറയാം. അപ്പം ഹനീഫിന് രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങളാണ്. ഒന്ന് തൗഹീദിനോടുള്ള ചായ്വ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏകത്വത്തിനോടുള്ള അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനോടുള്ള ചായ്വ്, പ്ലസ് അതിനകത്ത് ഉറച്ചു നിൽക്കുക. അങ്ങനെ ഈ രണ്ട് അർത്ഥങ്ങളും കൂടെയാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ക്വാളിറ്റി എന്തായിരുന്നു? അദ്ദേഹം ഹനീഫായിരുന്നു, അല്ലെ? അപ്പൊ നമുക്ക് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളുടെ ഒന്നും പേരൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്താണ്? മില്ലത്തെ ഇബ്രാഹിം മതി, ഹനീഫായ മതി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ അതിനകത്ത് ഉറച്ച് നിന്നാ മതി. അത് ഒരിക്കലും ഒഴിവാക്കാതെ നിന്നാ മതി. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളിൽ പെട്ടവനല്ല, ഷിർക്ക് ചെയ്യുന്ന ആളല്ല. മുശ്രിക്കിന്റെ പ്ലൂരലാണ് മുശ്രിക്കീൻ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്ന ആള്. അപ്പം അദ്ദേഹം ഒരിക്കലും ചെറുതും വലുതും ആയ ഷിർക്കുകളൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ അതിൽപ്പെട്ട ആളാണ്. ലെസൺസ് നോക്കാം. ഒന്ന്, നമുക്കറിയാം ഈ തെറ്റായ കാര്യങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, അല്ലെ? തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്നും ദുനിയാവിൽ ഉണ്ടാവുകയും ചെയ്യും. അവരതിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വലിയൊരു പ്രശ്നമാണ് ഇന്നത്തെ സമൂഹത്തിന്റെ. തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിന്റെ വക്താക്കൾ, അതിന്റെ ഗ്രൂപ്പുകാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരെപ്പോഴും അതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ശരിക്കും ശരിയായ കാര്യങ്ങൾ അറിയാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലരും എനിക്ക് ഒരുപാട് ദീനൊന്നും അറിയണ്ട, കുറെ പഠിച്ചു കഴിഞ്ഞാൽ കുറെ ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് മാറി നിൽക്കാറുണ്ട്. പക്ഷെ ശരി എന്താണെന്ന് മനസ്സിലായാലേ തെറ്റിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇതിപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയാണ്. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അജണ്ടകൾ അല്ലെങ്കിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ തൗഹീദിലാണ്, മനുഷ്യന്മാരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിലാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അമലുകൾ ആൾക്കാർ പലതും നല്ല രീതിയിൽ ചെയ്യുന്ന തന്നെയുണ്ട്. പക്ഷെ വിശ്വാസം, അടിത്തറ എവിടെയാണ്? വിശ്വാസത്തിലാണ്, അല്ലെ? അപ്പം തൗഹീദിലാണ് ആളുകൾ തെറ്റായ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നതും. ഒരുപാട് പുതിയ 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 ഗ്രൂപ്പുകളും പുതിയ കോഴ്സുകളും ആൾക്കാർക്ക് മനസ്സിലാക പോലും ഇല്ലാത്ത രീതിയിൽ ആളുകളെ തൗഹീദിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി ഇന്ന് ലോകത്ത്, കേരളത്തിലും വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. പക്ഷെ അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ പലരും അതിനകത്തൊക്കെ പെട്ടുപോകുന്നുണ്ടെങ്കിലും എവിടെയോ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ഇഖ്ലാസിന്റെ ഒരു കണിക ഉള്ളത് കൊണ്ട് പലരും രക്ഷപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷ തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഹൃദയത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കണം, തെറ്റുകളിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തൗഹീദ് എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകിച്ച് ഒരു സലഫ് കുടുംബത്തിലുള്ള ആളുകളാണെങ്കിൽ ചെറുപ്പം മുതലേ പള്ളിയിൽ പോയിട്ട് കേൾക്കുന്ന ക്ലാസ്സാണ് തൗഹീദ്. അതെന്താ ഇപ്പൊ ഇത്ര കേൾക്കാൻ, എന്താ ഇപ്പൊ ഇത്ര അറിയാൻ എന്നുള്ളൊരു ഭാവമാണ് നമുക്ക്. പക്ഷേ നമുക്കത് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഇല്ലാത്തത് കൊണ്ടാണ് പലരും ഇപ്പോഴും അതിനകത്തൊക്കെ ചെന്ന് പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റിൽ ഒരു കോഴ്സായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള നിയത്തുണ്ട്. അതിന്റെ ഫ്ലയേഴ്സ് ഒക്കെ ആയാൽ ഞാൻ ഷെയർ ചെയ്യാം. എല്ലാവരും അതായത് ഇത്രയും ഹെവി ആക്കിയിട്ടൊന്നും ആവില്ല, കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട്, അതായത് ആഴ്ചയിൽ ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ക്ലാസ്സോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ മിസ്സാക്കരുത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അഖീദയല്ലേ, തൗഹീദല്ലേ, നമുക്ക് അറിയാവുന്നതല്ലേ എന്ന്. പക്ഷേ കലർപ്പുകൾ ചെറിയ ഓരോ തുള്ളി ആയിട്ടാണ് കലർപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തുള്ളി അധികരിച്ചിട്ട് നമ്മൾ തൗഹീദിൽ നിന്ന് കംപ്ലീറ്റ് മാറി പോകുന്ന ഒരവസ്ഥകളിലേക്കൊക്കെ സുബ്ഹാനല്ലാഹ് വല്ലാണ്ട് ഈ ലോകം പോകുന്നുണ്ട്. ആൻഡ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മളുടെ അടുത്ത തലമുറയാണ്. അവരെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തുള്ളി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയില്ല. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതെന്താണെന്ന്, അതിന്റെ സ്ട്രോങ് ബേസ് എന്താണെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേ മതിയാവും. ഓക്കെ. അപ്പം ഞാനത് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പലതും നടക്കുന്നുണ്ട് ദുനിയാവില്, പലതും നടക്കുന്നുണ്ട്. അപ്പം എന്നും പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്, തിന്മയുടെ ആളുകളും ഉണ്ടാവും, അവരുടെ ഗ്രൂപ്പുകളും ഉണ്ടാവും. അവർ തിന്മയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇവിടെ എന്താണ് യഹൂദികളും ക്രിസ്ത്യാനികളും പറഞ്ഞത്? നിങ്ങൾ അതായിക്കോ, അപ്പൊ നിങ്ങൾ നേർവഴിയിലായേക്കാം. അല്ലേ? സുബ്ഹാനല്ലാഹ്.
പലപ്പോഴും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് സാധനമാണെങ്കിൽ പോലും ആ ക്ലീനിങ്ങിന് ഈ സർവീസ് ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ പരസ്യം കാണും. പക്ഷെ നമ്മൾ അതിന്റെ എല്ലാത്തിന്റെയും പിന്നാലെ പോലല്ലേ, നമുക്ക് അറിയാത്ത കാര്യമില്ലേ, എന്തിനാ വെറുതെ ടെൻഷൻ റിസ്ക് എടുക്കുന്നത് എന്ന് അല്ലേ. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അത് അറിയുന്ന കാര്യമാണോ അറിയാത്ത കാര്യമാണോ എന്ന് പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ ചെന്ന് ചാടിക്കൊടുക്കും. അപ്പം ലോകമുണ്ടായ കാലം മുതൽ തിന്മയെ ഫോളോ ചെയ്യുന്ന ആളുകളും അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമാക്കി ക്ലിയർ ആക്കിയിട്ട് വിവരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾക്ക് സത്യത്തിന്റെ മാർഗത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ സത്യം എന്താണെന്ന് അറിയണം. അതെന്താണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ് എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കീഴൊതുങ്ങലാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം, പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അറിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കാനും മാറാനും പറ്റുള്ളൂ. അറിഞ്ഞത് പ്രാവർത്തികമാക്കിയാലേ കൂടുതൽ കൂടുതൽ അറിയാനും പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഈ ഒരു ആയത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താണ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദീനാണ് ദ ബെസ്റ്റ് ദീൻ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കംപ്ലീറ്റ് കീഴൊതുങ്ങൽ അല്ലേ, അതാണ് ഏറ്റവും ബെസ്റ്റ് ദീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഫോളോ ചെയ്യാനാണ് നമ്മളടുത്ത് പറയുന്നത്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് ഈ കാര്യത്തിന് ഇനിയും കണ്ടിന്യൂഷൻ ഉണ്ട്. അത് അടുത്ത ആയത്തുകളിൽ കാണാം. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.